കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രി സ്തുതിക്കപ്പെടട്ടെ. എനിക്ക് ഈ ദേശത്ത് കടന്നു വരാൻ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ ഒരു വേദി ഒരുക്കി തന്ന ബഹുമാന്യ ദൈവദാസന്മാരോട്, പാസ്റ്റർ കെ സി വർഗീസ്, അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹെബ്രോൻ പ്രയർ മിനിസ്ട്രീസിൻ്റെ എല്ലാവിധ പ്രവർത്തകർക്കും, അതേപോലെ ഈ പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ വേല വളരെ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന എൻ്റെ കൂട്ടുവേലക്കാർ, എൻ്റെ ഒരു സുഹൃത്ത് പ്രിയ പാസ്റ്റർ ജെറി, അതുപോലെ പാസ്റ്റർ പീറ്റർ ഷമേൽ, എനിക്ക് സീനിയറായി ദൈവത്തിൻ്റെ വചനം പഠിച്ച, ഞങ്ങൾ ഒരുമിച്ച് ബഥേലിയിലായിരുന്ന ദൈവത്തിൻ്റെ ദാസനാണ്. അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഞാനും സന്തുഷ്ടനാണ്. ദൈവത്തിന് ഹൃദയപൂർവ്വം മഹത്വം സമർപ്പിക്കുകയാണ്. തുടർന്നുള്ള സമയം നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചന ധ്യാനത്തിനായി വേർതിരിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 32-33 വചനം ഇന്നത്തെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 32-33 വചനമാണ്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ ഒരിക്കൽ യവനായ ഭാഷ സംസാരിക്കുന്ന ചില ആളുകൾ വന്നിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഒത്താശയോടെ കർത്താവിനോട് എന്ന് പറഞ്ഞു, ഗുരു, അവിടുന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലൂടെ ഒന്ന് വന്ന് ചില നാളുകൾ, ചില ദിവസങ്ങൾ അവിടെ കൂടെ പ്രഭാഷണം നടത്തണം എന്ന് പറഞ്ഞ് യേശുവിനെ ക്ഷണിച്ചു. പക്ഷേ യേശു പറഞ്ഞു, സാദരം പൊറുക്കണം, സമയം കഴിഞ്ഞുപോയി, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. എങ്കിലും നിങ്ങളുടെ ആ വലിയ ആഗ്രഹവും അഭ്യർത്ഥനയും മാനിച്ച് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്നത് യവനായ ഭാഷ സംസാരിക്കുന്ന ഗ്രേക്കരായ ആളുകളാണ്. യഹൂദന്മാരോടാണ് യേശുവിൻ്റെ പ്രധാന പ്രഭാഷണം നിർവഹിച്ചു പോകുന്നത്. അപ്പോൾ യേശു പറയുകയാണ്, യഹൂദന്മാരെ മാത്രമല്ല, യവനായരെയും ജാതികളെയും വിജാതീയരെയും എല്ലാവരെയും ഞാൻ എങ്കിലേക്ക് ആകർഷിക്കും. എപ്പോഴാണ് നടക്കുക? ഞാൻ ഉയർത്തപ്പെട്ടാൽ. അവിടെ ഉയർത്തപ്പെടുക എന്ന വാക്കുകൊണ്ട് കർത്താവ് അർത്ഥമാക്കിയത് സ്വർഗാരോഹണമല്ല. എന്താണെന്ന് അവിടെ വായിക്കുന്നു, ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതാണ്. യേശുവിൻ്റെ കുരിശു മരണത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ ക്രൂശിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ രക്ഷകൻ എല്ലാവരെയും, ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരെയും തങ്കലേക്ക് അന്നെന്ന പോലെ ഇന്നും ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സുവിശേഷ പ്രസംഗത്തിൻ്റെ എന്നുമുള്ള കാതലായ കാര്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പ്രാശ്ചിത്ത ബലിയെക്കുറിച്ചാണ്. യേശുവിൻ്റെ അവദാനങ്ങളും അവിടുത്തെ അത്ഭുതങ്ങളും അതുപോലെ തന്നെ യേശുവിൻ്റെ നിസ്തുലമായ ഒരുപാട് ഭാവങ്ങളും ഒക്കെ അവതരിപ്പിക്കാനാവുമെങ്കിലും സുവിശേഷ പ്രസംഗത്തിൽ ഞങ്ങൾക്കെന്നും പറയാനുള്ളത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ കുരിശു മരണമാണ് ഞങ്ങൾക്കിന്നും എന്നും പ്രസംഗിക്കാനുള്ള പ്രധാന പ്രതിപാദ്യ വിഷയം. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട കാര്യം നമുക്ക് ഏവർക്കും നന്നായി അറിയാം. കഴിഞ്ഞ ആഴ്ച ക്രൈസ്തവർ കർത്താവിൻ്റെ കഷ്ടാനുഭവ ആഴ്ചയെ സ്മരിക്കുകയുണ്ടായി. യേശു ക്രൂശിക്കപ്പെട്ട അന്ന് അതൊന്ന് കാണാനും കേൾക്കാനുമായി ഒത്തിരി ആളുകൾ അവിടെ ഓടിയെടുക്കുകയുണ്ടായി. യെരുശലേമും ഗിബിയോനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രാജകീയ പാതയുടെ ഓരത്താണ് യേശുവിനെ ക്രൂശിച്ചത്. നാട്ടിൽ ഒത്തിരി നന്മ ചെയ്ത് ചെറുപ്പക്കാരന് ഒടുവിൽ ഇങ്ങനെ ദാരുണമായ കുരിശുമരണം എന്ന ഒരു ഹതഭാഗ്യമാണല്ലോ വന്നതെന്നോർത്ത് സഹതപിക്കാൻ വേണ്ടി ഒത്തിരി ആളുകൾ അവിടെ വരികയുണ്ടായി. ക്രൂശിനരികെ വന്ന് നിന്ന് ഒത്തിരി ആളുകളുണ്ട്. ദൂരത്ത് നിന്ന് മാറത്തടിച്ച് വിലപിച്ച ഒത്തിരി ആളുകളുണ്ട്. വഴിപോക്കരായ ഒത്തിരി പേർ അതിന് ദൃക്സാക്ഷികളായി. പക്ഷേ അവരൊക്കെ അത് കണ്ടു കേട്ടു എന്നല്ലാതെ യേശുവിൻ്റെ കുരിശുമരണം കൊണ്ട് അവർക്ക് ആർക്കും പ്രത്യേകിച്ച് യാതൊരു നന്മകളും സിദ്ധിച്ചില്ല. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട അന്ന് വളരെ യാദർശികമായി ചില ആളുകൾ ക്രൂശിനരികെ വന്നു. യേശുവിൻ്റെ ആ ക്രൂശിലെ മരണം സസൂക്ഷ്മം വീക്ഷിച്ചതിനാൽ, ആ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ അവർ മനസ്സ് വെച്ചതിനാൽ അവരുടെ ചിന്താഗതികൾ മാറി, അവരുടെ എല്ലാവിധ സ്വഭാവങ്ങൾക്കും സമൂലമായി
അപാരമായ മാറ്റമുണ്ടായി. യേശുവിനോട് പറ്റുമാനമുള്ളവരായി, യേശുവിനോട് ഹൃദയമായ സ്നേഹമുള്ളവരായി അവർ മടങ്ങുകയുണ്ടായി. ഇന്ന് രാത്രി സമയം നമുക്ക് അല്പം പരിമിതമാണ്, എങ്കിലും എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്ത് ക്രൂശിനരികിലേക്ക് അപ്രതീക്ഷിതമായി വന്ന 2-3 പേരെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി പീലാത്തോസിന്റെ കൽത്തളം എന്ന സ്ഥലത്തു നിന്ന് 2.5 കിലോമീറ്റർ ദൂരെയുള്ള കാൽവറി മലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരുപാട് ശിക്ഷകൾക്ക് യേശു അതിനു മുമ്പ് തന്നെ നന്നേ വിധേയനായിരുന്നു. പട്ടാളത്തിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് യേശു വിധേയനായിരുന്നു. ഒരുപാട് ശിക്ഷകൾ സഹിച്ച യേശുവിന് മാനുഷിക തലത്തിൽ ആ ഭാരമുള്ള മരക്കുരിശ് ഏന്തിക്കൊണ്ട് ഒരു ചെറിയ ദൂരമാണെങ്കിൽ പോലും അത്രയും ദൂരം നടന്നു പോകാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. യേശു പലയിടത്ത് വീണു എന്ന ആളുകൾ പറയാറുണ്ട്. 3 ഇടത്തെന്നോ 7 ഇടത്തെന്നോ 14 ഇടത്തെന്നോ 21 ഇടത്തെന്നൊക്കെ ആളുകൾ പലരും അവരുടെ ഇഷ്ടപ്രകാരം പറയുന്നുണ്ട്. യേശു എത്രയിടത്ത് വീണു എന്ന് വേദപുസ്തകം പറയുന്നില്ല. എങ്കിലും ആ ഭാരമുള്ള മരക്കുരിശ് ഏന്തിക്കൊണ്ട് ആ ചെറിയ ദൂരം നടന്നു പോകാനുള്ള ബലം യേശുവിന് ഉണ്ടായിരുന്നില്ല. എന്താ ചെയ്യുക? റോമക്കാരുടെ സാംസ്കാരിക നിയമമനുസരിച്ച് പ്രതിയെ ജീവനോടെ ക്രൂശിക്കണം. യേശുവിനാവട്ടെ ആ 2 മരത്തടി ചുമന്നുകൊണ്ട് പോകാനുള്ള ത്രാണിയില്ല. ക്രൂശെന്ന് ഇറക്കി വെച്ച് അല്പനേരം ഇടവേള കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിന് സമയം ഇല്ല. ശാബത്ത് തുടങ്ങാറായി. അതുകൊണ്ട് ശാബത്ത് നടപ്പാകുന്നതിന് മുമ്പ്, തുടങ്ങുന്നതിന് മുമ്പ് ക്രൂശ് മരണം തികച്ചും നടപ്പാക്കേണ്ടതുണ്ട്. എന്താ ചെയ്യുക? യേശുവിന് കുരിശേന്തിക്കൊണ്ട് പോകാനുള്ള കരുത്തില്ല, ഇടവേള കൊടുക്കാനുള്ള സമയമില്ല. എന്ത് ചെയ്യുമെന്നോർത്ത് പട്ടാളം തലപുകയുന്ന വേളയിലാണ് അപ്രതീക്ഷിതമായ അവരുടെ കണ്ണിന് മുമ്പിൽ ഒരു വ്യക്തിയെ കാണുകയാണ്. വൈകുന്നേരം വരെ വയലിൽ വേല ചെയ്ത് ക്ഷീണിച്ച അവശനായ ഒരു കറുത്തവർഗക്കാരനായ മനുഷ്യൻ വയലിൽ വീട്ടിലേക്ക് പോകുകയാണ്. അവർ അവനെ പിടിച്ച് യേശുവിന്റെ കുരിശ് ചുമപ്പാൻ നിർബന്ധിച്ചു. അങ്ങനെ വായിക്കുന്നത്. They compelled him to bear his cross എന്നാണ്. യേശുവിന്റെ ക്രൂശ് ചുമപ്പാൻ അവർ അവനെ നിർബന്ധിച്ചു. ഒരു വിന വന്നു വീണല്ലോ എന്ന ചിന്തയിൽ മനസ്സില്ലാ മനസ്സോടെ കർഷകൻ യേശുവിന്റെ കുരിശ് ഒരല്പദൂരം താണ്ടിക്കൊടുത്തു. റോമ സാമ്രാജ്യത്തിന്റെ പരിധിയിൽ പാർക്കുന്ന ആരെ കൊണ്ടും എന്തും ചെയ്യിക്കാനുള്ള സവിശേഷമായ അധികാരം ആ പട്ടാളത്തിനുണ്ട്. ചെറുത്ത് നിൽക്കാനോ മറുത്തു പറയാനോ അവർക്കാർക്കും ആവതില്ല. അതുകൊണ്ട് പട്ടാളത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ കൃഷിക്കാരനായ മനുഷ്യൻ യേശുവിന്റെ കുരിശ് ഒരല്പദൂരം ചുമന്നു കൊടുത്തു. അങ്ങനെ ആ കുരിശ് ഏന്തിക്കൊണ്ട് ഗോൽഗോഥ മലയിലെത്തി. അവിടെ യേശുവിനെ ആ കുരിശിൽ മലർത്തി കിടത്തി ആണിയടിച്ചിട്ട് കുരിശോട് പൊക്കിയെടുത്ത് ആ പാറയിലുള്ള കുഴിയിലേക്കിട്ടു. ശരീരമൊക്കെ ആടി ഉലഞ്ഞ് യേശു 6 മണിക്കൂർ നേരം ആ കുരിശിൽ കിടക്കുകയുണ്ടായി. ആ കുറേനക്കാരനായ ശീമോൻ എന്ന മനുഷ്യൻ ഒരുപക്ഷെ കുരിശിന് ചുവട്ടിൽ അതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നിന്നു. 6 മണിക്കൂർ നേരമാണ് യേശു ക്രൂശിൽ കിടന്നത്. അതിനോടകത്ത് അതിഗഹനങ്ങളായ 7 തിരുമൊഴികൾ യേശു അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു. ആ മൊഴികളെല്ലാം പറയേണ്ടതാണ്, വിവരിക്കേണ്ടതാണ്, സമയം അനുവദിക്കുന്നില്ല. എങ്കിലും ചിലത് ഞാൻ പറയാം. യേശു ആദ്യമായി അരുളി ചെയ്തൊരു തിരുമൊഴി ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് പൊറുക്കണമേ എന്നാണ്. ദൈവപുത്രനെ ആവുന്നത്ര നിലയിൽ ആയുധം കൊണ്ടും വാക്കുകൊണ്ടും ആക്ഷേപങ്ങൾ കൊണ്ടും നോവിപ്പിക്കുന്ന ഒരു സമൂഹം കുരിശിന് താഴെ നിൽക്കുകയാണ്. തന്റെ പുത്രനെ ഉപദ്രവിക്കുന്നവരെ ശിക്ഷിക്കാൻ പിതാവായ ദൈവം സ്വർഗത്തിൽ ഒരുമ്പട്ട് നിൽക്കുകയാണ്. താഴെ ശിക്ഷിക്കുന്നവർ, മുകളിൽ ശിക്ഷ കൊടുക്കാൻ പിതാവ്. എന്നാൽ യേശു ഈ 2 കൂട്ടരുടെയും കൂടെ ഇടിവിൽ കയറി നിന്നുകൊണ്ട്, നടുക്ക് കയറി നിന്നുകൊണ്ട് താഴെ നിൽക്കുന്നവർക്ക് വേണ്ടി മുകളിലേക്ക് നോക്കി മാധ്യസ്ഥമണച്ചു പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. അതുകൊണ്ട് അപരാധം അവരോട് പൊറുക്കണമേ, വേണമെങ്കിൽ അതിന്റെ ശിക്ഷ കൂടെ എനിക്ക് തന്നുകൊള്ളൂ എന്ന് പറഞ്ഞ് താഴെ നിൽക്കുന്ന മനുഷ്യവർഗത്തിന് കിട്ടേണ്ടുന്ന ശിക്ഷ കൂടെ ശരീരത്തിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് മനുഷ്യവർഗത്തെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു രക്ഷകനെ ക്രൂശിൽ നാം കാണുകയാണ്. സ്നേഹിതരെ, കാൽവരി കുരിശിൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്തെടുത്ത മഹത്തായ ദൗത്യങ്ങളിൽ ഒന്ന് മനുഷ്യന് കിട്ടേണ്ടുന്ന ശിക്ഷ അവൻ ഏറ്റെടുത്തു എന്നുള്ളതാണ്.
ബൈബിളിൽ കാലക്രമത്തിൽ ആദ്യം എഴുതിയതായി അനുമാനിക്കുന്ന പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിലെ 2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 33-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: ഞങ്ങളെ ഇരുവരെയും തമ്മിൽ പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ ഇടയിൽ ഒരു മധ്യസ്ഥനുമില്ല. 33-ാം അധ്യായം 23-ാം വാക്യം: 1000-ൽ ഒരുവനായി ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നു എങ്കിൽ അവങ്കൽ ഒരു മറുവില കണ്ടിട്ട് മനുഷ്യൻ കുഴിയിൽ ഇറങ്ങാതെ വണ്ണം അവൻ അവരെ രക്ഷിക്കുമായിരുന്നു. ഹലോ, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ പറഞ്ഞു നിർത്താൻ ഒരു മധ്യസ്ഥനില്ല. അങ്ങനെ ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നു എങ്കിൽ അവങ്കൽ മറുവില കണ്ടിട്ട് മനുഷ്യൻ കുഴിയിൽ ഇറങ്ങാതെ അവനവരെ രക്ഷിക്കുമായിരുന്നു എന്ന്. അതെ, മനുഷ്യവർഗത്തിന് വേണ്ടി സ്വന്തം ജീവൻ മറുവിലയായി കൊടുക്കാൻ മനസ്സോടെ അവർക്ക് വേണ്ടി മരണം ആസ്വദിപ്പാൻ കടന്നു വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ മധ്യസ്ഥനായി മാറുകയാണ്. അവരോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന രക്ഷകനായി ക്രൂശിൽ വെളിപ്പെടുകയാണ്. യേശു ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞ അർത്ഥവത്തായ ഗഹനങ്ങളായ തിരുമൊഴികൾ: 1, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നറിയായിക കൊണ്ട് ഇവരോട് പൊറുക്കണമേ എന്നാണ്. യേശു പറഞ്ഞ 2-ാമത്തെ തിരുമൊഴി ക്രൂശിൽ വെച്ച് പാപബോധമുണ്ടായി യേശു എന്ന രക്ഷകനോട് കർത്താവേ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് ഉള്ളു തകർന്ന് പ്രാർത്ഥിച്ചവന് യേശു പറുദീസ വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ്. യേശുവിന്റെ ക്രൂശിന് മേളിൽ ഒരു മേലെഴുത്തുണ്ടായിരുന്നു: നസ്രയന യേശു, യഹൂദന്മാരുടെ രാജാവ്. അതെ, അവനത് വായിച്ചു. അതെ, സത്യം, നീ രാജാവ് തന്നെയാണ്. യേശുവേ, ഇന്ന് നിന്റെ തലയിൽ മുൾക്കിരീടമാണ് വെച്ചിരിക്കുന്നതെങ്കിലും നീ ഭാവിയിൽ പൊൻകിരീടം വെച്ചുകൊണ്ട് നീളാൽ വാഴുന്ന, നീ ജീവിതകാലം മുഴുവൻ പ്രസംഗിച്ച ദൈവരാജ്യം നാളെ ഇവിടെ നിലവിൽ വരും. കർത്താവേ, നീ അങ്ങനെ രാജ്യത്വം പ്രാപിച്ച് രാജാഭിഷേകത്തോടെ മടങ്ങി വരുന്ന ആ ഭാവിയിലെ കാലത്ത് എന്നെ കൂടെ ഒന്ന് ഓർക്കണമേ എന്നവൻ ചങ്ക് തകർന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. എന്താണ് യേശുവിനോട് പറഞ്ഞത്? ആമേൻ, നിന്റെ കാര്യം ഞാനൊന്ന് പരിഗണിക്കാൻ നോക്കാമെന്നൊന്നുമല്ല. വളരെ സുനിശ്ചിതത്വമുള്ള ഒരു ഉത്തരമാണ് ക്രിസ്തുവിന് നൽകിയത്. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിലിരിക്കും. മരണത്തിന് ശേഷമുള്ള ജീവിതം എവിടെയാണ്? യേശുവിനെ ഏറ്റെടുത്തവന്റെ ഉറപ്പ് അവൻ കർത്താവിനോടുകൂടെ പറുദീസയിൽ വാഴാൻ പോകും. പറുദീസ വേദപുസ്തകത്തിലെ വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു പദമാണ്. തോട്ടം എന്ന് അക്ഷരീകമായി അതിനൊരു അർത്ഥമുണ്ട്. ആ പദം ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത് ഏദൻ തോട്ടത്തോടുള്ള ബന്ധത്തിലാണ്. ആദം ഹൗവമാർ വസിച്ചിരുന്ന ഇടത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ആ ഭാഗം വെളിപ്പാട് പുസ്തകത്തിൽ എടുത്തു ധരിക്കുമ്പോൾ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്നാണ്. അപ്പോൾ പറുദീസ എന്ന പദം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ കാണുന്നു. ആദ്യമായ പദം ഉപയോഗിച്ചത് ഏദൻ തോട്ടത്തോടുള്ള ബന്ധത്തിലാണ്. പറുദീസയിൽ ഇരിക്കുമെന്നാണ്. നമുക്കറിയാം, ആദവും ഹൗവയും ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, പാപം ചെയ്ത് അവരെ ദൈവം പറുദീസയിൽ നിന്ന് ഇറക്കി വിട്ടു. അത്രയും കാലം അവർ സുഭിക്ഷതയോടെ ജീവിച്ചു പോന്ന ആ പറുദീസ വിട്ട് അവർ ഇറങ്ങിപ്പോകുമ്പോൾ അവസാനമായ പറുദീസയിലേക്ക് അവർ തിരിഞ്ഞൊന്നും നോക്കി. അവർ കണ്ട കാഴ്ച പേടിപ്പെടുത്തുന്നതായിരുന്നു. ജ്വാലയുള്ളൊരു വാളുമായി ഒരു ദൈവത്തിന്റെ ദൂതൻ പറുദീസയുടെ കവാടത്തിൽ കാവൽ നിൽക്കുന്നു. ആരെങ്കിലും പറുദീസയിലേക്ക് ചെന്നാൽ ദൂതൻ വാളു വെച്ചു വെട്ടും. ജ്വാലയുള്ള ഒരു വാളുമായി, തെരിയുന്ന വാളുമായി ഒരു കെറൂബ് പറുദീസയുടെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മനുഷ്യന് പറുദീസയിലേക്ക് പോകണമെന്ന്, ദൈവത്തോടുകൂടെ വസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം? ഈ വാൾ ഉയർന്നു നിൽക്കുകയാണ്. ദൈവത്തിന്റെ നീതി കോടതി വിളിച്ചു പറഞ്ഞു, പാപം ചെയ്യുന്ന
പാപദേഹി മരിക്കും നിശ്ചയം, രക്തം ചീന്തിയിട്ടല്ലാതെ വിമോചനമില്ല. എന്നാൽ മനുഷ്യൻ അവന് മരിച്ച് അവന് രക്തം ചീന്തി രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ട് അവന് വേണ്ടി ആടുകളെ അറുക്കാൻ തുടങ്ങി. മനുഷ്യൻ അവന്റെ പാപത്തിന് പ്രാശ്ചിത്തത്തിനായി ആടുകളെ അറുക്കാൻ തുടങ്ങി. പക്ഷെ 100 കണക്കിന് ആടുകൾ അറുക്കപ്പെട്ടിട്ടും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പാപയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും ദൈവമേ നീ പ്രസാദിച്ചില്ല. അപ്പോൾ യേശു സ്വർഗത്തിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ പോകാം, എല്ലാവർക്കും വേണ്ടി ഞാൻ മരിക്കാം. അങ്ങനെ മരിക്കാൻ വന്ന യേശു മരണത്തിന്റെ തലേ ദിവസം രാത്രി ആ വാളിനെ നോക്കിയിട്ട് പറയ, വാളെ എന്റെ നേരെ ഉണര്, ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ട്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. രക്തം ചീന്തിയ രക്ഷകൻ പർദീസയുടെ കവാടത്തിൽ നിൽക്കുകയാണ്. ദൈവകോപത്തിന്റെ വാളിനാൽ വെട്ടേൽക്കപ്പെട്ട രക്ഷകൻ ആ പർദീസയുടെ കവാടത്തിൽ നിൽക്കുകയാണ്. ദൂതൻ വാള് വലിച്ചു മാറ്റി അപ്പുറത്ത് നിൽക്കുന്ന ഒരുവൻ യേശുവിനോട് പറയാണ്, യേശുവേ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന്. യേശുവിനോട് പറയാണ്, അതെ, ഇന്ന് നീ എന്നോട് കൂടെ, ഞാനും നീ 2 ധ്രുവങ്ങളിലല്ല, നമ്മൾ ഒരുമിച്ച് എവിടെ? നാം ഒരുമിച്ച് പർദീസായിലിരിക്കും. ആദാമ്യവർഗത്തിന് നഷ്ടപ്പെട്ട ആ പർദീസവാസം ക്രിസ്തുയേശുവിന്റെ പ്രാശ്ചിത്ത ബലിയാൽ മനുഷ്യന് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് യേശുവിന് നൽകിയ ആ ഉറപ്പുള്ള ഉത്തരം. ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതെ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ്? പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ പിന്നെ എവിടെ? ചോദ്യമുണ്ട്, ഉത്തരം ആർക്കും പറയാൻ പറ്റത്തില്ല. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്തന് പറയാൻ കഴിയും. പൗലോസിന്റെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുകയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. നിങ്ങൾ നോക്കിക്കേ, ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തെഫാനോസ്. സുവിശേഷം പ്രസംഗിച്ച സഹോദരനെ ആളുകൾ ആക്രോശത്തോടെ കല്ലെറിയുണ്ടായി. കല്ലേറുകൊണ്ട് ശരീരമൊക്കെ ചതഞ്ഞെറിഞ്ഞ് താൻ മരിക്കുമ്പോൾ മുട്ടുകുത്തി മുകളിലേക്ക് നോക്കുന്നു. തന്നെ സ്വീകരിപ്പാൻ യേശു ക്രിസ്തു ആദരപുരസരം എഴുന്നേറ്റ് നിൽക്കുന്ന ആ ദർശനമാണ് മരണത്തിന്റെ മുമ്പിൽ അവൻ കാണുന്നത്. അവൻ പറഞ്ഞു, കർത്താവേ എന്നെ കൈക്കൊള്ളണമേ എന്ന്. അതേ സഹോദരങ്ങളെ, യേശുവിനെ നിനക്ക് കാണാൻ കഴിയുമെങ്കിൽ നിന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ അവൻ അങ്ങേ തലയ്ക്കൽ, അങ്ങേ ലോകത്ത് നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവന് പറുദീസ എന്ന സ്വർഗസായുജ്യം പ്രാപിക്കാൻ കഴിയുന്നതാണ്. കുറേനക്കാരനായ ശിമോൻ എന്ന കർഷകൻ ക്രൂശിന് ചുവട്ടിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞ മൊഴികൾ എല്ലാം കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. എന്നും വൈകിട്ട് വേല തീർന്ന് അദ്ദേഹം വീട്ടിലെത്താറുണ്ട്. പക്ഷേ പതിവിന് വിപരീതമായി അന്ന് ഏറെ നേരം കഴിഞ്ഞിട്ടും അദ്ദേഹം വീട്ടിലെത്തിയിട്ടില്ല. ഭാര്യയ്ക്ക് അങ്കലാപ്പാകാൻ തുടങ്ങി, മക്കളൊക്കെ വിങ്ങിക്കരയാൻ തുടങ്ങി. പപ്പയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്നും 5-6 മണിയാകുമ്പോൾ പപ്പ വീട്ടിൽ വരാറുണ്ടല്ലോ, ഇന്ന് വന്നിട്ടില്ല, എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അവരൊക്കെ ഇങ്ങനെ തേങ്ങലടിച്ച് മുങ്ങിക്കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് ആരോ വരുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ ഊടുവഴിയിലൂടെ വരുന്നത് അവരുടെ പപ്പ തന്നെയാണെന്ന് മനസ്സിലായി. പക്ഷെ വീടിനോടടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്കിയിലാകെ ചോര പുരണ്ടിരിക്കുന്നു. ഭാര്യ ഓടിച്ചെന്ന് അലറിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, മനുഷ്യ അങ്ങേ ആരാണ് ആക്രമിച്ചത്? പിള്ളേർ കോട്ടിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ചോദിച്ചു, പപ്പ ആരാ ആക്രമിച്ചത്? കള്ളന്മാർ ഉപദ്രവിച്ചോ? മൃഗങ്ങൾ ആക്രമിച്ചതാണോ? അവരങ്ങനെ കരയുമ്പോ, അല്ല മക്കളെ, ഇതെന്റെ ചോരയല്ല, ഇത് മൃഗത്തിന്റെ ചോരയല്ല, ഇത് അവന്റെ ചോരയ. മനുഷ്യന് പറുദീസ നൽകുന്ന ഒരു രക്ഷകനെ ക്രൂശിൽ ഞാൻ കണ്ടു, അവന്റെ ചോരയായത്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് ഇരുകൂട്ടർക്കും ഒരുപോലെ പിതാവിങ്കിലേക്ക് പ്രവേശനം കാട്ടിത്തന്ന പരിഭാവനമായ രക്തമാണ്. തൻ്റെ അങ്കിയിൽ പുരണ്ടിരുന്ന ആ ചോര കാണിച്ചുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ കുഞ്ഞുങ്ങളോട് സുവിശേഷം പങ്കുവെച്ചു. നിങ്ങൾ കേൾക്കണമോ? ആ കുടുംബത്തിൻ്റെ ബാക്കി ചരിത്രം വേദപുസ്തകത്തിൽ അങ്ങിങ്ങായിട്ടുണ്ട്. ആ കർഷകനായിരുന്ന ആ സാധാരണക്കാരനായ പാവപ്പെട്ട മനുഷ്യൻ, അപ്രതീക്ഷിതമായ യേശുവിനെ കണ്ടെത്തിയ മനുഷ്യൻ,
മനുഷ്യൻ. പക്ഷേ ക്രിസ്തുവിനെ സ്നേഹിച്ചു, ക്രിസ്തുവിനോട് ആഭിമുഖ്യമുള്ളവനായി മാറി എന്ന ഏക കാരണത്താൽ തൻ്റെ തലമുറകൾ ഉൾപ്പെടെ തൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ ചരിത്രം മാറുകയുണ്ടായി, ഗതി മാറുകയുണ്ടായി. ക്രൂശിൽ തന്നെ അനുഗമിക്കാത്ത ഒരുവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 11:26 അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. പ്രൈസ് ദി ലോർഡ്. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയുടെ 2 പ്രബല കേന്ദ്രങ്ങൾ, ഒന്ന് അന്ത്യോക്യ, മറ്റൊന്ന് യെരുശലേം. അന്ത്യോക്യ സഭയിൽ ഉണ്ടായിരുന്ന 7 ഉപദേഷ്ടാക്കന്മാരുടെ പേര് വിവര പട്ടിക അപ്പോസ്തലപ്രവൃത്തി 13:1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 13:1-2 വാക്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ, വായിപ്പാൻ സമയം പോരല്ലോ. അവിടെ ഒരാളുടെ പേര് നമ്മൾ വായിക്കുന്നു, നീഗർ എന്നു പേരുള്ള ശീമോൻ. നീഗർ എന്ന പദം നീഗ്രോ എന്ന ആ പദവുമായി ബന്ധമുള്ളതാണ്. നമുക്കറിയാം നീഗ്രോ എന്ന ജനത ആഫ്രിക്കൻ ജനതയാണ്. ഖുറേന എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ലിബിയയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ് എന്നോർക്കണം. അതുകൊണ്ട് ആളുകൾ പൊതുവെ അനുമാനിക്കാറുള്ളത്, വേദശാസ്ത്രികളിൽ ചിലർ അഭിപ്രായപ്പെടുന്നത്, ഇവിടെ പറയുന്ന നീഗർ എന്നു പേരുള്ള ശിമോൻ ഖുറേനക്കാരനായ ശിമോനായിരിക്കാൻ സാധ്യതയുണ്ട്. ക്രൂശ് ചുമന്ന് യേശുവിനെ അനുഗമിച്ചവൻ സഭയിലെ ഒരു ഉപദേഷ്ടാവായി മാറി. 7 ഉപദേഷ്ടാക്കന്മാരുടെ കൂട്ടത്തിൽ ആ നീഗ്രോയായിരുന്ന ഖുറേനക്കാരനായ ശീമോനും ഉണ്ടായിരുന്നു. ഇനി തൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു? റോമാലേഖനം 16:13 ധന്യനായ പൗലോസ് പോലും എടുത്തു പറയുകയാണ്, എനിക്കും അമ്മയായ അവൻ്റെ അമ്മയ്ക്ക് വന്ദനം ചൊല്ലുവീൻ എന്ന്. പ്രൈസല്ലോ. തനിക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. ആമേൻ. അക്കാലത്ത് അവരുടെ പേര് പ്രസിദ്ധമായിരുന്നില്ല എങ്കിലും AD 52 മർക്കോസിന്റെ സുവിശേഷം എഴുതിയപ്പോൾ വെറുതെ ഖുറേനക്കാരനായ ശിമോൻ എന്ന് പറയാതെ ആ പിള്ളേരുടെ പേരുടെ ചേർത്താണ് പറഞ്ഞത്, അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായ ശിമോൻ. പ്രൈസല്ലോ. ഹല്ലേലൂയ. ഈ മക്കൾക്ക് എന്ത് സംഭവിച്ചു? ഫ്ലാവിയസ് ജോസീഫസ് എന്ന യഹൂദ ചരിത്രകാരൻ പറയുന്നത് ശരിയാണെങ്കിൽ അവൻ ഒരു മകനായ അലക്സാണ്ടർ അവിടുത്തെ ഒരു പ്രവിശ്യയുടെ ഗവർണറായി ഉയർത്തപ്പെട്ടു. മറ്റൊരു മകനായ രൂഫോസിനെ കുറിച്ച് റോമർ 16:13 കർത്താവിൽ പ്രസിദ്ധനായി എന്ന് വായിക്കുകയാണ്. ഇനി നിങ്ങൾ എന്നോട് ചേർന്ന് ആ കുടുംബത്തെ ഒന്ന് നോക്കിക്കേ. ആ കൃഷിക്കാരനായ മനുഷ്യൻ, അപ്രതീക്ഷിതമായ യേശുവിനെ കണ്ടെത്തിയ മനുഷ്യൻ, ആ കുടുംബത്തിന്റെ ബാക്കി പത്രം ഒന്ന് നോക്കിക്കേ. താൻ സഭയിലെ ഉപദേഷ്ടാവായി ഉയർത്തപ്പെട്ടു. തൻ്റെ ഭാര്യ ആളുകളുടെ ഇടയിൽ ആദരണീയയായ അംഗീകാരമുള്ള മാതൃകയുള്ള ഒരു മാന്യ വനിതയായി ആ അമ്മച്ചി സഭാ മണ്ഡലത്തിൽ ഉയർത്തപ്പെട്ടു. തൻ്റെ മക്കളിൽ ഒരുവൻ പട്ടണത്തിൽ പ്രസിദ്ധനായി, വേറൊരുവൻ ക്രിസ്തുവിൽ പ്രസിദ്ധനായി. ഇന്ന് രാത്രി ഈ ദേശത്തും എനിക്കൊരു സുവിശേഷ സത്യം വിളിച്ചു പറയാനുണ്ട്. യേശുവിൻ്റെ അടുക്കൽ വന്നവരാരും ക്ഷയിച്ചു പോയിട്ടില്ല. യേശുവിനെ ആരാധിക്കാൻ ഇറങ്ങിയവരാരും മുടിഞ്ഞു പോയിട്ടില്ല. അവരുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഗതികളെ തമ്പുരാൻ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇല്ലായ്മകളുടെ നടുവിൽ അമ്മ കപ്പ നുറുക്ക് പോലും തിന്നാൻ വകയില്ലാതിരുന്ന പട്ടിണിയുടെ കാലഘട്ടങ്ങളിൽ ദൈവത്തെ പാടി സ്തുതിപ്പാൻ ഇറങ്ങിയവർ, യേശുവിനെ ആത്മാർത്ഥതയോടെ ആരാധിപ്പാൻ ഇറങ്ങിയവർ, അവരുടെയൊക്കെ ഗതിയെ ദൈവം മാറ്റി, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ദൈവം ശോഭനമാക്കി. സ്തോത്രം. ഞങ്ങൾ അവസരം കിട്ടുന്നിടത്തൊക്കെ കുറിച്ചു വെക്കാൻ കൊതിക്കുന്ന ഒരു വാക്യം, കൺവെൻഷൻ നോട്ടീസ് അടിക്കുമ്പോൾ മുകളിൽ വെക്കാൻ ശ്രമിക്കുന്ന ഒരു വാക്യം അപ്പോസ്തലപ്രവൃത്തി 16:31. അതിങ്ങനെയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, അങ്ങനെ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ വാക്യത്തിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. റോമിലെ ഒരു ജയിൽ സൂപ്രണ്ടിന്റെ വിചാരണയിൽ വീട്ടുപടങ്ങളിൽ പണ്ടൊരിക്കൽ കുറെ കുറ്റവാളികളെ ഏൽപ്പിച്ചിരുന്നു. ആമേൻ. രാത്രിയിൽ അവരെ കാത്തുകൊണ്ടിരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ 2 പേർ, പൗലോസും ശീലാസും, അവർ രാത്രിയിൽ എഴുന്നേറ്റ് ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. അവർ എഴുന്നേറ്റ് ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. തടവുകാർ
ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി. ആമേൻ. ആ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം മൂലം ആ ജയിലിന്റെ അടിത്തറകളൊക്കെ ഇളകി, വാതിലുകൾ തുറന്നു, ചെങ്ങലകൾ ചടുപിടാന്ന് അഴിഞ്ഞു വീഴാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ടുകൊണ്ട് കാരാഗൃഹ പ്രമാണി ഉറക്കുണർന്നു വരുമ്പോ വാതിലുകൾ തുറന്നു കിടക്കുന്നു, ചെങ്ങലകൾ അഴിഞ്ഞു കിടക്കുന്നു. തൻ്റെ വിചാരണയിൽ വീട്ടിനകത്ത് അടച്ചിരുന്ന കുറ്റവാളികൾ ഓടിപ്പോയി രക്ഷപ്പെട്ട് കാണും എന്ന് താൻ വിചാരിച്ചു. താൻ പെട്ടെന്ന് ഒരു കാര്യം ഒന്ന് മനസ്സിൽ ഭാവനയിൽ കണ്ടു. തൻ്റെ വിചാരണയിൽ ഏൽപ്പിച്ചിരുന്ന കുറ്റവാളികൾ ഓടിപ്പോയി രക്ഷപ്പെട്ടാൽ താൻ അതിന് ഉത്തരവാദിത്വം പറഞ്ഞേ മതിയാകുള്ളൂ. അടുത്ത ദിവസം ചക്രവർത്തി തന്നെ വിളിക്കും. നിന്റെ കസ്റ്റഡിയിൽ ഏൽപ്പിച്ചിരുന്ന കുറ്റവാളികൾ ഓടിപ്പോയതിന്റെ കാരണം നീയാണ്, കുറ്റക്കാരൻ നീയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒരുപക്ഷെ വധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചക്രവർത്തിയുടെ ആ ചോദ്യം ചെയ്യലിന് മുമ്പാകെ നിൽക്കാൻ മനക്കരുത്തില്ലാത്തത് കൊണ്ട് മരിച്ചേക്കാം എന്ന് കരുതി ആ മനുഷ്യൻ അവിടെ ഇരുന്നൊരു വാളൂരി കുത്തിച്ചാകാൻ തുടങ്ങുകയാണ്. കണ്ടു നിന്നുകൊണ്ടിരുന്ന പൗലോസ് പറഞ്ഞു, മരിക്കരുത്, മരിക്കരുത്, നീ മരിക്കേണ്ടതില്ല. നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട്, നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരകനുണ്ട്. ആ പരിഹാരകനെ പരിചയപ്പെടുത്തി യേശുവിനെ കർത്താവെന്ന് വിശ്വസിച്ചാൽ നിന്റെ ഭാര്യയെ ശിരച്ഛേദം ചെയ്യില്ല, നിന്റെ മക്കളെ കല്ലെറിയില്ല, നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടില്ല. യേശുവിനെ ആരാധിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതേ സഹോദരങ്ങളെ, സുവിശേഷത്തിൻ്റെ ഒരു സന്ദേശമാണ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുറേനക്കാരനായ ശിമോൻ യേശുവിൻ്റെ കുരിശ് ചുമന്നതിനാൽ താനും തൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. മാത്രമല്ല, തൻ്റെ കഥ ആവുതൂടം കൊണ്ടും അവസാനിക്കുന്നില്ല. ആഫ്രിക്ക, ഞാൻ പറഞ്ഞില്ലേ നിഗർ എന്നുള്ള പദം, നിഗ്രോകൾ, ആമേൻ, ആ നാട്ടിലേക്ക് താൻ സുവിശേഷവുമായി പോയി. ആഫ്രിക്കയിലേക്ക് സുവിശേഷവുമായി പോയത് റോബർട്ട് മോഫറ്റോ, ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്നൊക്കെയാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2:10, 11:20 ആ വാക്യങ്ങളിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ കുറേനയിൽ വിശ്വാസികൾ ഉണ്ടായിരുന്നു. എങ്ങനെ കുറേനയിൽ സുവിശേഷം എത്തി? എൻ്റെ ഒരു അനുമാനം ഞാനിവിടെ പറയുകയാണ്. ആ കർഷകനായ മനുഷ്യൻ, യേശുവിനെ കണ്ടെത്തിയ മനുഷ്യൻ, പാപിക്ക് പറുദീസ കൊടുക്കുന്ന ഒരു രക്ഷകനുണ്ടെന്ന് ബോധ്യമായപ്പോൾ അവൻ ആ കിരാതരുടെ നാട്ടിലേക്ക് പോയി. ആ കുറേനക്കാരോട് സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം ആ മനുഷ്യരുടെ മനസ്സുകളിൽ വെളിച്ചമായി മാറി. അനേകർ യേശുവിനെ കണ്ടെത്താനിട വന്നു. കരങ്ങളെ ഉയർത്തി ഏവരും ദൈവത്തെ സ്തുതിക്കട്ടെ. യേശു ക്രിസ്തുവിനെ അപ്രതീക്ഷിതമായി കണ്ടെത്തിയ ഒരു വ്യക്തി കുറേനക്കാരനായ ശീമോൻ എന്ന കർഷകനാണ്. 2, ഒരു പട്ടാള മേലുദ്യോഗസ്ഥനാണ്. എന്ന് പറയുമ്പോൾ പട്ടാളക്കാരുടെ ഒരു സൈന്യാധിപൻ എന്നൊക്കെ പറയാവുന്നത് പോലെ 100 പട്ടാളക്കാരുടെ ഒരു നേതൃത്വം നൽകുന്ന ശതാധിപൻ ക്രൂശിന് ചുവട്ടിൽ വെച്ച് അപ്രതീക്ഷിതമായി മാനസാന്തരപ്പെട്ടു. യേശുവിൻ്റെ വധശിക്ഷ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു സൈനിക വ്യൂഹമുണ്ടായിരുന്നു. അതിന് ഒരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് യേശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പീലാത്തോസിൻ്റെയും ഹെരോദാവിൻ്റെയും സഹദ്രിയും സംഘത്തിലും ഒക്കെ മാറി മാറി വിസ്തരിക്കാൻ ഗത്സമനയിൽ നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുമ്പോഴെല്ലാം ആളുകളൊക്കെ ആക്രോശിച്ച് യേശുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക എന്ന്. ക്രൂശിൽ മരിക്കുന്നവർ 100 പ്രാവശ്യം മരിക്കുന്നു എന്നാണ് സീസറോ പറയുന്നത്. അന്നത്തെ ഏറ്റവും നിന്ദ്യവും നീചവുമായ വധശിക്ഷയായിരുന്നു കുരിശുമരണം. യേശു ഇതിന് തികച്ചും അർഹനാണെന്ന ധാരണയായിരുന്നു യേശുവിൻ്റെ പുറകെ നടക്കുമ്പോൾ ഈ ശതാധിപനും ഉണ്ടായിരുന്നത്. യേശുവിനെ വഴിപോക്കരൊക്കെ പരിഹസിക്കുമ്പോഴും തനിക്കുള്ള ധാരണ അതുതന്നെയായിരുന്നു. പക്ഷേ കാൽവറി മലയിൽ വന്ന യേശുവിൻ്റെ കുരിശിന് ചുവട്ടിൽ 6 മണിക്കൂർ നേരം ആ മനുഷ്യൻ നിന്നു. യേശുവിനെ ശാന്തമായി ഒന്ന് വീക്ഷിക്കാൻ അവൻ മനസ്സ് വെച്ചു. പെട്ടെന്ന് തൻ്റെ മനസ്സ് മാറി. ഹലോ, പെട്ടെന്ന് തൻ്റെ മനസ്സ് മാറി. ആരെങ്കിലും പ്രകോപിപ്പിച്ചോ പ്രലോഭിപ്പിച്ചോ ഒന്നും മനസ്സ് മാറ്റിയതല്ല. കാരണം ഉറപ്പുള്ള ഒരു ചങ്കു ഉള്ള മനുഷ്യനാണ്, പട്ടാള മേധാവിയാണ് താൻ എന്നോർക്കണം. തൻ്റെ മനസ്സിന് മാറ്റമുണ്ടായതിൻ്റെ 3 കാരണങ്ങൾ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. ഓരോന്നായി നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 39-ാം വാക്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ മനം മാറ്റത്തിൻ്റെ 1-ാം കാരണം നമ്മൾ വായിക്കുന്നത്.
ഇങ്ങനെ പ്രാണനെ വിടുന്നത് കണ്ടിട്ട്, ഇങ്ങനെ എങ്ങനെയാണ് യേശു പ്രാണനെ വിട്ടത്? ഹലോ, യേശു അവൻ്റെ ആ മരണവിധമാണ് ഈ ശതാധിപനെ സ്വാധീനിച്ച ഒരു കാര്യം. യേശു മരിച്ചത് എങ്ങനെയാണ്? അവൻ തല ചായ്ച്ചു പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. അവൻ്റെ തല ചാഞ്ഞു പോയതല്ല, അവൻ തല ചായ്ച്ചു പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് യേശു മരിച്ചത്. സാധാരണ രീതിയിൽ ക്രൂശിൽ മരിക്കുന്നവർ അരികെ നിൽക്കുന്നവരെ ശപിക്കുകയോ ശകാരിക്കുകയോ ഗോഷ്ടി കാണിക്കുകയോ ആലറിക്കാരുകയോ ചീത്ത വിളിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ക്രൂശിതനായ ക്രിസ്തുവിനെ നിങ്ങൾ നോക്കിക്കേ, അവൻ ആരോടും അമർഷമില്ല, അവൻ ആരോടും വിരോധമില്ല. അവൻ തന്നെ ഉപദ്രവിച്ചവരോട് പോലും അവൻ വളരെ ബഹുമാനപുരസരമാണ് ഇടപെട്ടത്. ആ ശാന്തമായ മരണവിധമാണ് ആ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ഇങ്ങനെ പ്രാണനെ വിടുന്നത് കണ്ടു. പോക്കറ്റിൽ കിടക്കുന്ന ഒരു പൈസ തൊട്ടെടുത്ത് അടുക്ക നിൽക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് പോലെ, പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ശാന്തമായി യേശുവിന് മരിക്കാൻ കഴിഞ്ഞു. ആ മരണവിധം അദ്ദേഹത്തെ സ്വാധീനിച്ചു. പ്രൈസലോ, യേശുവിൻ്റെ മരണവും സ്തെഫാനോസിൻ്റെ മരണവും തമ്മിൽ ഒരു ബന്ധവുമുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. ആ ബന്ധം മാത്രം ഇപ്പോൾ ഞാൻ പറയുന്നു. സ്തോത്രം. സ്തെഫാനോസ് മരിക്കുമ്പോൾ കർത്താവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് അഡ്വാൻസായി പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ യേശു മരിക്കുമ്പോൾ, പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു മരിക്കാൻ കഴിഞ്ഞു. ഈ കൽപ്പന എനിക്ക് പിതാവിങ്കിൽ ലഭിച്ചിരിക്കുന്നു. എൻ്റെ ജീവനെ കൊടുപ്പാനും തിരികെ വാങ്ങുവാനും എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞ കർത്താവിന് ആത്മാവിനെ എടുത്തു കൊടുക്കാൻ കഴിയുമായിരുന്നു. സ്തെഫാനോസിന് അത് സാധിക്കുമായിരുന്നില്ല. നമുക്ക് ആർക്കും അത് സാധിക്കില്ല. നമ്മുടെ മരണത്തിൻ്റെ അവസാന ശ്വാസം എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ശ്വാസം വിട്ടുപോകുന്ന വേളയിൽ കർത്താവേ, എൻ്റെ ആത്മാവിനെ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ജീവനോടെ ഭൂമിയിലുള്ളപ്പോൾ, ചങ്കിടുപ്പുള്ളപ്പോൾ, നാവിന് ചലനശേഷിയുള്ളപ്പോൾ ക്രൂശിതനായി ക്രിസ്തുവിലേക്ക് നോക്കി, കർത്താവേ, എൻ്റെ അവസാനം എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ പ്രാണൻ പൊടുന്നനവേ വിട്ടുപോയെന്ന് വരാം. അങ്ങനെ വിട്ടുപോകുമ്പോൾ കർത്താവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് ജീവിതകാലത്ത് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ യേശു എഴുന്നേറ്റ് നിൽക്കും. ക്രൂശിൽ മരിച്ച യേശു ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് ചെന്നു. പിതാവായ ദൈവം യേശുവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന്. യേശുവിനെ കുറിച്ച് എബ്രായ ലേഖനത്തിലൊക്കെ എടുത്തെടുത്ത് പറയുന്ന ഭാഗങ്ങൾ, പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പലയിടത്തും പറയുന്ന ഭാഗങ്ങൾ, യേശു സ്വർഗത്തിൽ ചെന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു 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 എന്നാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, യേശു നിൽക്കുകയാണ്. എന്തിനാ നിൽക്കുന്ന അറിയാമോ? തനിക്ക് വേണ്ടി ജീവൻ ഹോമിച്ച് ജീവത്യാഗം ചെയ്ത് കടന്നു വരുന്ന ഭക്തനെ സ്വീകരിപ്പാൻ, കർത്താവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ കാണുന്ന കാഴ്ച, സ്വർഗം തുറന്നിരിക്കുന്നു. ഇതാ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ദൈവമഹത്വത്തിനരികെ യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. സഹോദര, നിന്റെ മരണത്തിന് മുമ്പിൽ ഭാര്യ കൂടുണ്ടാവില്ല, മക്കൾ കൂടുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. എന്നാൽ അങ്ങേ തലക്കൽ നിന്നെ സ്വീകരിക്കാൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു നിൽക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ശതാധിപനെ സ്വാധീനിച്ച ഒന്നാമത്തെ കാര്യം യേശുവിൻ്റെ മരണത്തിൻ്റെ വിധമായിരുന്നു, ഇങ്ങനെ പ്രാണനെ വിടുന്നത് കണ്ടിട്ട്. വേറൊരു കാരണം യേശുവിൻ്റെ ഒരു ഒറ്റവരി പ്രസംഗമാണ്. യേശുവിനെ വിസ്തരിക്കാൻ വേണ്ടി കയ്യഫാ മഹാപുരോഹിതൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. ഹന്നാവ് യേശുവിൻ്റെ ആചാരപരമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കയ്യഫാവട്ടെ യേശുവിൻ്റെ ഉപദേശപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത്. കയ്യഫാ മഹാപുരോഹിതൻ യേശുവിനോട് ചോദ്യം ചോദിക്കുകയാണ്. വായിക്കാം, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 61-ാമത്തെ വാക്യം.
യേശുവിനോട് ചോദിച്ച ചോദ്യം ഇതാണ്: എന്നോട് കള്ളം പറയരുത്, സത്യമേ പറയാവൂ. എന്നിട്ട് കയ്യപ്പ മഹാപുരോഹിതൻ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ജനത മുഴുവൻ നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന ഒരു മശിഹയുണ്ട്. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. പഴയകാലത്ത് രാജാവ്, പ്രവാചകൻ, പുരോഹിതൻ എന്നീ 3 പേരെ പ്രത്യേക ദൗത്യത്തിനായി അഭിഷേകം ചെയ്യുമായിരുന്നു. എന്നാൽ നസറേയനെ യേശുവിനെ പിതാവ് ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്തത് മനുഷ്യവർഗത്തെ പാപത്തിൽ രക്ഷിക്കാനാണ്. അഭിഷിക്തനായി മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരുമെന്ന് അവരും വിശ്വസിച്ചിരുന്നു. എന്നോട് സത്യം പറയുക, ഞങ്ങളുടെ ജനത മുഴുവൻ നൂറ്റാണ്ടുകൾ അല്ല അതിനപ്പുറം ആയിരക്കണക്കിന് വർഷമായി കാത്തിരിക്കുന്ന ആ വരാനിരിക്കുന്ന മശിഹ നീ ആകുന്നുവോ എന്നാണ് ചോദ്യം. യേശുവിൻ്റെ മറുപടി, അതെ ഞാൻ ആകുന്നു. ഒന്ന് ശ്രദ്ധിക്കണമേ, ചോദ്യം: നീ വരുവാനിരിക്കുന്ന രക്ഷകൻ അഥവാ ക്രിസ്തു ആകുന്നുവോ? യേശു അങ്ങനെ വേണം നിങ്ങളങ്ങ് വിചാരിച്ചോ എന്നൊന്നുമല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, അതെ ഞാൻ ആകുന്നു. ഇത് കേട്ടപ്പോൾ യേശു ഏതോ ദൈവദൂഷണം പറയുന്നു എന്ന നിലയിൽ മഹാപുരോഹിതൻ തൻ്റെ അങ്കി വലിച്ചു കീറുകയുണ്ടായി. അത് പോകട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ യേശുവിനോടുള്ള ചോദ്യം, നീ ക്രിസ്തുവാകുന്നുവോ എന്നാണ്. യേശുവിന് മറുപടി, അതെ ഞാൻ ക്രിസ്തുവാകുന്നു. മനുഷ്യനെ രക്ഷിക്കാൻ പിതാവായ ദൈവം എന്നെ നിയോഗിച്ച് അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു. ആ അയക്കപ്പെട്ട ആ വ്യക്തി തന്നെയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ആ അവകാശവാദം ആ മഹാപുരോഹിതനെ ചൊടിപ്പിച്ചു എങ്കിലും ആമേൻ, ആ പട്ടാളത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഈ ശതാധിപൻ അവിടെ നിൽപ്പുണ്ട്. ആ നിമിഷം മുതൽ ആ മനുഷ്യൻ ആ ഒരു വാചകത്തെക്കുറിച്ച് വിശകലനം ചെയ്യുകയായിരുന്നു. യേശുവിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. ഒടുവിൽ ഗോൽഗോഥയിലേക്ക് ചെല്ലുന്നു. അവിടെ യേശുവിനെ ക്രൂശിക്കുന്നു, പാറയിലെ കുഴിയിൽ എടുത്തിടുന്നു. യേശു കുരിശിൽ കിടന്നുകൊണ്ട് മൊഴികളൊക്കെ പറയുന്നു. ആ വേളയിലെല്ലാം ഈ ശതാധിപൻ ഇതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. അല്പം മുമ്പ് താൻ കേട്ട ആ മറുപടി, ഇവൻ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞല്ലോ, ആണോ? സത്യമാണോ? 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 അവൻ കുറേ മണിക്കൂർ തലപുകഞ്ഞ് അതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ അവൻ മനസ്സിലാക്കിയ സത്യം ആരോടൊന്നില്ലാതെ പരിസരം മറന്ന് ധൈര്യമായി വിളിച്ചു പറഞ്ഞു, അതെ സത്യം, ഇവൻ ദൈവപുത്രൻ ആയിരുന്നു. യേശുവിൻ്റെ മൊഴി കേട്ട മനുഷ്യൻ, യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയ മനുഷ്യൻ, ആ കേട്ട മൊഴിയെ വിശകലനം ചെയ്ത മനുഷ്യൻ, ആ സത്യാന്വേഷിയായ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, അതെ സത്യം, ഇവൻ ദൈവപുത്രനായിരുന്നു. സഹോദരങ്ങളെ, യേശുവിനെ കുറിച്ച് ഒത്തിരി കേൾക്കാറുണ്ട്. കേൾക്കുന്ന കാര്യം ശരിയാണോ എന്നൊന്ന് പഠിക്കാൻ തയ്യാറായാൽ നിങ്ങളും വിളിച്ചു പറയും, അതെ സത്യം, ഇവൻ ദൈവപുത്രനായിരുന്നു. യേശുവിൻ്റെ ആ ഒരു വരി പ്രസംഗം, യേശുവിൻ്റെ ആ അവകാശവാദമാണ് ഈ പട്ടാള മേലുദ്യോഗസ്ഥനെ സ്വാധീനിച്ച രണ്ടാമത്തെ ഘടകം. യേശുവിൻ്റെ ഒരുപാട് അവകാശവാദങ്ങളുണ്ട്. നിത്യജീവൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ യേശുവിൻ്റെ 7 അവകാശവാദങ്ങൾ അക്കമിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം വിവരിപ്പാൻ സമയമില്ല. എങ്കിലും ശ്രദ്ധിക്കുന്ന സ്നേഹിതർക്ക് വേണ്ടി, യേശുവിനെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി യേശുവിൻ്റെ അവകാശവാദങ്ങൾ ഞാനും തൊട്ട് പറയാം. സഹോദരങ്ങളെ, യേശുവിൻ്റെ ആദ്യത്തെ അവകാശവാദം യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഞാൻ ഒന്നുകൂടെ ഉദ്ധരിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ സ്വയവകാശവാദം യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. നമുക്കറിയാം, ഭൂമിക്ക് 5 ഭൂഖണ്ഡങ്ങളുണ്ടെങ്കിലും ഉത്തര ദക്ഷിണ ധ്രുവങ്ങളുണ്ടെങ്കിലും ഒരുപാട് ദ്വീപ് സമൂഹങ്ങളുണ്ടെങ്കിലും ഈ ഭൂതലത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ ഒരൊറ്റ സൂര്യനേ ഉള്ളൂ. ഇതുപോലെ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ ക്രിസ്തു, അവൻ മാത്രമേ ഉള്ളൂ. അവനെ അനുഗമിക്കുന്ന ഒരുവനും ഇരുട്ടിൽ നടക്കില്ല, അവൻ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും. നിങ്ങൾക്ക് കേൾക്കണമോ? രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾക്കറിയാം,
ആമേൻ. ആഭരണം ഇടാത്തത് കൊണ്ടല്ല, ക്ലീൻ ഷേവ് ചെയ്തത് കൊണ്ടല്ല, കറുത്ത ഷർട്ടും വെള്ള പാൻറ്റും കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ഇട്ടുകൊണ്ടതല്ല. ഞങ്ങളുടെ ഇടയ്ക്ക് മീശ വയ്ക്കുന്നവരും വെക്കാത്തവരുണ്ട്. ചെറുപ്പാസ്റ്റൊക്കെ മീശ വെച്ചേറ്റായിരിക്കുന്നു. ഹലോ, ഞാൻ പറഞ്ഞത് എങ്കിലും ഒരു ദൈവദാസനെ കണ്ടാലറിയാം, എവിടെ വെച്ചും അറിയാം. എന്താണെന്നറിയാമോ? നെറ്റിയിലൊന്നും എഴുതി ഒട്ടിച്ചിട്ടില്ല. ഇവിടുത്തെ ലോക മനുഷ്യർ പറയാറുള്ള ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നതേ ഉള്ളൂ. ആമേൻ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ മുഖത്ത് ഒരഭൗമമായ തേജസ്സുണ്ട്, ഒരസാധാരണമായ പ്രകാശ ശോഭയുണ്ട്. അത് ഏവരും തലകുലുക്കി സമ്മതിക്കുന്ന കാര്യമാണ്. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുകയാണ്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് പ്രതിബിംബിക്കുകയാണ്. ചന്ദ്രന് സ്വയമായി ശോഭയില്ല, എന്നാൽ സൂര്യൻ അഭിമുഖമായി ആ ചന്ദ്രൻ വരുമ്പോൾ സൂര്യന്റെ വെട്ടം ചന്ദ്രനിൽ തട്ടിയിട്ട് നമുക്ക് തിരിച്ച് തരുന്നതാണ് നിലാവെളിച്ചം എന്ന് പറയുന്നത്. ഞങ്ങൾക്കാർക്കും സ്വയമേവ വെട്ടമില്ല. എന്നാൽ യേശുവിന്റെ മൊഴി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും. യേശുവിൻ്റെ മറ്റൊരു അവകാശവാദമാണ് യോഹന്നാൻ 6:81. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നു, അവരൊക്കെ മരിച്ചുപോയി. എന്നാൽ മനുഷ്യൻ മരിക്കാതിരിക്കേണ്ടതിന്, അവൻ നിത്യജീവൻ ലഭിക്കേണ്ടതിന്, യേശുവിൻ്റെ വാക്ക് നോക്ക്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവന്റെ അപ്പമാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സഹോദര, മരിച്ചാലും ജീവിക്കാൻ കഴിയുന്ന ഒരു ഉയർപ്പിന്റെ പ്രത്യാശ, അത് പ്രദാനം ചെയ്യാൻ, അത് ദാനമായി തരാൻ യേശു എന്ന രക്ഷകൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. യേശുവിൻ്റെ അവകാശവാദങ്ങൾ അതുല്യങ്ങളാണ് സ്നേഹിതരെ. അപ്പോൾ യേശുവിൻ്റെ ആ ഒരു അവകാശവാദമാണ് ഈ ശതാധിപനെ സ്വാധീനിച്ച രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ലൂക്കോസ് എന്ന സുവിശേഷകനാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 47-ാമത്തെ വാക്യം. കൂടിക്കൊടക്കരുത്. മർക്കോസ് 15:39 നമ്മൾ വായിച്ചത്, ഇങ്ങനെ പ്രാണനെ വിടുന്നത് കണ്ടു. യേശുവിൻ്റെ മരണവിധമാണ് മനുഷ്യനെ സ്വാധീനിച്ചത്. ഇത് വേറൊരു കാര്യമാണ്. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് എന്താ അവിടെ പറയുന്നത്? യേശുവിൻ്റെ മരണത്തിൽ അസാധാരണങ്ങളായ കുറെ സംഭവങ്ങൾ നടന്നു. പകൽ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. 12 മണി മുതൽ 3 മണി വരെ ദേശത്തെല്ലായിടും കൂരിരുട്ടുണ്ടായി. പാറകൾ പിളർന്നു. സെമിത്തേരിയിൽ അടക്കിയിരുന്ന ശവക്കല്ലറകൾ തുറന്ന് മനുഷ്യരൊക്കെ പുറത്തു വന്നു. ഭൂകമ്പമുണ്ടായി. ഈ സംഭവിക്കുന്നത് ശതാധിപൻ കണ്ടു. മാത്രമാണോ? യഹൂദന്റെ ആലയത്തിനകത്ത് ഒരു വലിയ കട്ടിയുള്ള ഒരു കർട്ടൻ ഉണ്ടായിരുന്നു. നീലനൂൽ, ധൂമ്രനൂൽ, പിരിച്ച പഞ്ഞിനൂൽ, ചുവപ്പ് നൂൽ എന്നീ 4 നൂലുകൾ കൊണ്ട് ചിത്രപ്പണിയായി നിർമ്മിച്ച് 1.5 ഇഞ്ച് കനമുള്ള 40 അടി നീളവും 20 അടി വീതിയുമുള്ള ബലവത്തായ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു. ആ കർട്ടൻ യേശു കുരിശിൽ കിടന്നുകൊണ്ട് സകലവും നിവർത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ തിരശീല മാത്രമാണ് കീറിയത്. അവിടെ 7 ഉപകരണമുണ്ട്. യാഗപീഠം, താമ്രത്തൊട്ടി, കാഴ്ചപ്പമേശ, കവരവിളക്ക്, ധൂമപീഠം, സാക്ഷ്യപെട്ടകം, കൃപാസനം. ഈ ഒരു ഉപകരണത്തിനും ഒരു കേടുപാടും പറ്റിയില്ല. യാഗപീഠം ഉരുണ്ടു വരണ്ടു വീണില്ല, കവരവിളക്ക് കത്തിക്കാളിയില്ല, ധൂമപീഠം ഇടിഞ്ഞു വീണില്ല, സാക്ഷ്യപെട്ടകത്തിന് കേടൊന്നും ഭവിച്ചില്ല. വിവേകമുള്ള ഒരു മനുഷ്യൻ ചെയ്തതുപോലെ, വളരെ ബുദ്ധിയോടെ ഒരു മനുഷ്യൻ ചെയ്തതുപോലെ വേറെ ഒരു ഉപകരണത്തിനും ഒരു കേടുപാടും പറ്റാതെ ആ തിരശീല മാത്രം മുകൾ മുതൽ താഴെ വരെ 2ആയി മുറിഞ്ഞു മാറി. ഈ സംഭവിക്കുന്നത് ശതാധിപൻ കണ്ടു. യേശുവിൻ്റെ മരണത്തിൽ നടന്ന ആ അസാധാരണ സംഭവവികാസങ്ങളാണ് ഈ ശതാധിപനെ ക്രിസ്തുവിനോട് വലിച്ചടുപ്പിച്ചത്. സ്നേഹിതരെ, സുവിശേഷങ്ങൾ ശാന്തമായി ഒന്ന് വായിക്കാൻ നോക്ക്. വേദപുസ്തകത്തിൽ പറയുന്ന ക്രിസ്തുവിനെ കുറിച്ച് ഒന്ന് വായിച്ചറിയാൻ നോക്ക്. യേശുവിനെ പോലെ ഇത്ര നിസ്തുലനായ ഒരു വ്യക്തിയെ ഭൂതലത്തിൽ കാണാൻ കഴിയുമോ? 3 വർഷമേ പ്രസംഗിച്ചുള്ളൂ. പ്രധാനമായ 3 പ്രസംഗമേ യേശു നടത്തിയിട്ടുള്ളൂ. പക്ഷേ മുഴുവൻ ലോകത്തെയും യേശു സ്വാധീനിച്ചു. പലസ്തീന് വെളിയിലേക്ക് യേശു പോയിട്ടില്ല.
പക്ഷെ ഭൂതലത്തിലല്ല യേശുവിനെ ആരാധിക്കുന്ന അനുഭാവികളുണ്ട്. അവൻ ആരെയും കൊന്നിട്ടില്ല, പക്ഷെ യേശുവിന് വേണ്ടി 14 കോടി ജനമാണ് രക്തസാക്ഷിയായിട്ടുള്ളത്. യേശു ഒരു സ്ഥാപനവും സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം സ്ഥാപനമുള്ളത് ക്രിസ്തുവിനെ കുറിച്ച്. യേശു ഒരു വരി എഴുതിയുള്ളത് മണ്ണില. എന്നെ വിട്ടുപോകുന്നവരുടെ പേര് ഞാൻ മണ്ണിൽ എഴുതി വെക്കും. എന്നാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം എഴുതപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ച്. ക്രിസ്തുവിനെ പോലെ ഇത്ര നിസ്തുലനായ, അവൻ ആദരിക്കാൻ കൊള്ളാവുന്ന, അനുകരിക്കാൻ കൊള്ളാവുന്ന, ആരാധിക്കാൻ കൊള്ളാവുന്ന ഒരു ശ്രേഷ്ഠൻ വേറെ ഇല്ല, ഇല്ലവേ ഇല്ല. അവനൊപ്പം പറയാൻ ഒരാളില്ല സ്നേഹിതരെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ കുരിശിനരികിലേക്ക് വന്ന് 6 മണിക്കൂർ നേരം അവിടെ നിന്ന് യേശുവിനെ ശാന്തമായി വീക്ഷിക്കാൻ, വിലയിരുത്താൻ ഈ ശതാധിപൻ സന്നദ്ധനായതുകൊണ്ടാണ് തൻ്റെ മനസ്സ് മാറി യേശുവിനെ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ട് ആ മനുഷ്യൻ കടന്നുപോയത്. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് ജീവിതത്തിന് മാറ്റം വന്ന മറ്റൊരു പറ്റം ആളുകൾ യേശുവിൻ്റെ കൊടിയ ശത്രുക്കളായിരുന്ന 2 വ്യക്തികളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. യേശുവിൻ്റെ കൊടിയ ശത്രുക്കളായിരുന്ന 2 പേർ ക്രൂശിന് ചുവട്ടിൽ വെച്ച് മാനസാന്തരപ്പെടുകയുണ്ടായി. ആരായി പറയുന്ന ശത്രുക്കൾ? യേശു ഇങ്ങനെ കുരിശിൽ മരിച്ചു കിടക്കുകയാണ്. മരിച്ചു കിടക്കുമ്പോൾ യേശുവിൻ്റെ ശവം എടുത്ത് ആരെങ്കിലും നടക്കണം. ന്യായമായ രീതിയിൽ 2 കൂട്ടം ആളുകളാണ് അതിന് തയ്യാറാവേണ്ടിയിരുന്നത്. ഒന്നുകിൽ യേശുവിൻ്റെ സഹോദരന്മാർ അതിന് സന്നദ്ധരാവണം. പക്ഷേ അവരാരും അരികയില്ല. അവരൊക്കെ 90 കിലോമീറ്റർ ദൂരെയുള്ള ഗലീലയിലെ നസറത്തിലാണ്. യേശു അക്കാലത്തെ തലസ്ഥാന നഗരിയിൽ യഹൂദിയിലെ യെരുശലേമിൽ പെസഹ പെരുന്നാളിന് കൂടാൻ വന്നപ്പോൾ അവിടെ പിടിച്ച് പാളയത്തിന് പുറത്ത് ക്രൂശിക്കാണ് ഉണ്ടായത്. അനുജന്മാരാരും അരികയില്ല. അവരെല്ലാം ഗലീലയിലെ നസ്രത്തിലാണ്. അപ്പോൾ സഹോദരന്മാർക്ക് അതിന് സാധ്യമല്ല. അങ്ങനെയെങ്കിൽ പിന്നെ ശിഷ്യന്മാരായിരുന്നു അതിന് ഒരുമ്പെടേണ്ടിയിരുന്നത്. ഈ രാത്രി ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് യേശു പറഞ്ഞു. ഇല്ലില്ല, ആരിട്ടെറിഞ്ഞിട്ട് പോയാലും ഞാൻ പോവില്ല എന്ന് പറഞ്ഞ പത്രോസ് ഈ രാത്രി കോഴി 2 വട്ടം കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് യേശുവിൻ്റെ പ്രവചനം പോലെ യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് കൈപ്പോടെ കരഞ്ഞുകൊണ്ടുപോയി. അവശേഷിച്ച് യോഹന്നാൻ കുരിശിനരികെ വരെ വന്നെങ്കിലും ഇതാ യോഹന്നാനെ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് മറിയുടെ സംരക്ഷണ ചുമതല അവൻ്റെ പക്കൽ ഏൽപ്പിച്ചു. ആ നാഴിക മുതൽ അവൻ അവളെ കുട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ സഹോദരന്മാരാരും സമീപയില്ല. അവരെല്ലാവരും ഗലീലയിലെ നസ്രത്തിൽ. ശിഷ്യന്മാരെല്ലാവരും ഓടിച്ച് ഭയചകിതരായി ഓടിപ്പോയി. അവശേഷിച്ച പത്രോസ് കരഞ്ഞുകൊണ്ടുപോയി. യോഹന്നാൻ മറിയും കൊണ്ടുപോയി. ആരും ഏറ്റെടുത്തടക്കാൻ ആളില്ലാത്ത രീതിയിൽ ഒരനാഥ പ്രേതം പോലെ യേശുവിൻ്റെ ശരീരം ഇങ്ങനെ കുരിശിൽ കിടക്കുകയാണ്. ഞാൻ എഴുതാപ്പുറം വായിക്കുകയല്ല, ആ വിഷയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കുരിശിൽ കിടക്കുന്ന യേശുവിന് ന്യായമായി സംഭവിക്കാൻ സാധ്യതയുള്ള 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ അത് പഴുത്തിറുന്ന് താഴെ വീഴാം, അല്ലെങ്കിൽ കഴുകന്മാർ കൊത്തിപ്പറിച്ചു തിന്നാം, അല്ലെങ്കിൽ റോമക്കാർ തന്നെ കുത്തിമറിച്ചിട്ട് മണ്ണുമാന്തി മറവ് ചെയ്യാം. എന്നാൽ യേശുവിൻ്റെ തിരുശരീരത്തിന് അങ്ങനത്തെ ദുർഗതികൾ വന്നിട്ടില്ല. കാരണം യേശു ജനിക്കുന്നതിന് 790 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യേശയാവുന്ന ദീർഘദർശി യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരുന്നത്: മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ. പക്ഷെ അപ്പോഴത്തെ യേശുവിൻ്റെ സ്ഥിതിഗതികളും സാഹചര്യങ്ങളും പരിശോധിച്ചാൽ സമ്പന്നന്മാരോടുകൂടെ ശവമടക്കി കിട്ടാനുള്ള യാതൊരു സാധ്യതകളും അവനില്ലായിരുന്നു. പക്ഷെ പ്രവാചക വാക്യവും അധിക സ്ഥിരമായി നമുക്കുണ്ട്. പ്രവചനം തെറ്റൂല. എന്താ പറ്റിയെന്നറിയാമോ? പ്രൈസല്ലോ, ഈ സഹോദരന്മാരോ ശിഷ്യന്മാരോ സന്നദ്ധരാകാത്ത ആ വേളയിൽ യേശുവിനെ ഉള്ളിൽ സ്നേഹിച്ചിരുന്ന 2 രഹസ്യ ശിഷ്യന്മാർ, ഹലോ, പുറമെ നോക്കിയാൽ അവർ യേശുവിൻ്റെ ശത്രുക്കളാ, പക്ഷെ ഉള്ളിൽ അവർ യേശുവിനെ മിത്രമായി കരുതുന്നവരാണ്. നമ്മൾ കാണുന്ന ഈ 4, 3, 7 പേരെ യേശുവിനുള്ളൂ എന്ന്. എന്നാൽ നാം കാണാത്ത ഒരു വലിയ സഹസ്രങ്ങൾ യേശുവിനെ ആരാധിക്കുന്നവരായി അങ്ങിങ്ങായി ചിതറി നിൽപ്പുണ്ട്. അവർ മാറി നിൽപ്പുണ്ട്. മുമ്പിൽ നിൽക്കുന്ന പലരും പിന്നോക്കം പായുന്ന വേളകളിൽ ദൈവം അണിയറയിൽ ഒരുക്കുന്ന രഹസ്യ ശിഷ്യന്മാർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി മുന്നോട്ട് വരുന്ന നാളുകൾ വിദൂരമല്ല. വിശ്വാസത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഇന്ന് സുവിശേഷത്തിന് വേണ്ടി സംസാരിക്കാൻ ഇവിടുത്തെ പാർലമെന്റിൽ ആരും ഉണ്ടായിരിക്കില്ല. സുവിശേഷത്തിന് വേണ്ടി സുവിശേഷകന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടുത്തെ നിയമസഭയിൽ ആരും ഉണ്ടായിരിക്കില്ല. എന്നാൽ ക്രൈസ്തവൻ ഇതിനേക്കാൾ വലിയ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന കാലം വരുമ്പോൾ ദൈവം അനേകരെ ഉയർത്തുക തന്നെ ചെയ്യും. കാരണം യേശുവിനെ ശരിക്കറിഞ്ഞ അനേക നേതാക്കന്മാർ ഈ മണ്ണിലുണ്ട്.
അരിമത്യക്കാരൻ യോസേഫ് എന്ന മന്ത്രി ആ വേളയിൽ ധൈര്യമായിട്ട് മുന്നോട്ട് വരികയാണ്. യേശു മരിച്ചു കിടക്കുന്നു, സഹോദരന്മാർ സമീപയില്ല, ശിഷ്യന്മാർക്ക് അതിനൊട്ട് ധൈര്യമില്ല, അവർ ഭയക്രാന്തരായി ഓടി ഒളിച്ചിരിക്കുകയാണ്. ആ വേളയിൽ അരിമത്യക്കാരൻ യോസേഫ് എന്ന മന്ത്രി എന്ന മലയാള പദമാണ് നമ്മൾ വായിക്കുന്നെങ്കിലും യഹൂദന്റെ മതകോടതിയിലെ സൻഹദ്രീൻ കൗൺസിലിലെ ഒരംഗം എന്ന അർത്ഥത്തിലാണ് ആ പദം എന്ന് മനസ്സിലാക്കണം. യോസേഫ് എന്ന മന്ത്രി എന്ന മലയാള പദം ഈ അവരുടെ റിലീജിയസ് കൗൺസിലിലെ ഒരംഗം എന്ന അർത്ഥത്തിലാണ് എന്ന് മനസ്സിലാക്കണം. പ്രൈസല്ലോ. അപ്പോൾ ഇദ്ദേഹം അറിഞ്ഞു യേശു എന്ന നസ്രയൻ മരിച്ചു, അവൻ്റെ ശവമടക്കിന് ആരും തയ്യാറല്ല. ആ വേളയിൽ ഈ മനുഷ്യൻ വെറുതെ പോയി അങ്ങ് ഇറക്കി അടക്കാൻ പറ്റില്ല, കുരിശിൽ നിന്ന് ഇറക്കി അടക്കാൻ പറ്റില്ല. അതിന് ചില പ്രൊസീജിയറുണ്ട്, ഗവർണറുടെ പെർമിഷൻ കിട്ടണം. അതിനുവേണ്ടി താൻ പീലാത്തോസിൻ്റെ അടുക്കൽ അനുവാദത്തിന് വേണ്ടി പോകുകയാണ്. ഒന്ന് നോക്കിക്കേ, ആ മന്ത്രി എന്ന മനുഷ്യൻ, യോസേഫ് എന്ന മനുഷ്യൻ ഒറ്റയ്ക്ക്, അരിമത്യക്കാരൻ യോസേഫ് എന്ന മനുഷ്യൻ ഒറ്റയ്ക്ക് യേശുവിൻ്റെ ശവടക്കിന് വേണ്ടി പോകുകയാണ്. ആ പോക്കിനെ കുറിച്ച് 2-3 ചിന്തകൾ ഞാൻ പറയാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് യോസേഫ് എന്ന മന്ത്രി ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നു എന്ന. പലരും പേടിച്ച് അതും ഇതും പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കുമ്പോൾ ഒരുവൻ യേശുവിൻ്റെ ശരീരത്തിന് വേണ്ടി ധൈര്യമായി ചുവട് വെച്ചു. അവൻ്റെ പക്കലാണ് ശരീരത്തിൻ്റെ ചുമതല കൊടുത്തത്. ഇന്നും ഇതൊരു സത്യമാണ്. കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘത്തെ നോക്കുന്നവൻ കൊയ്യുകയില്ല, തടസ്സത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ യേശുനാഥന്റെ തിരുശരീരത്തിന് വേണ്ടി ആരൊക്കെ ചുവടുകൾ വെക്കുമോ അവരുടെ പക്കൽ കൂടെ ഈ ശരീരമാകുന്ന സഭയുടെ ചുമതല കൈമാറാൻ സ്വർഗം ഇന്നും കൊതിയോടെ കാത്തിരിക്കുകയാണ്. അവൻ ധൈര്യത്തോടെ യേശുവിന് വേണ്ടി യാത്ര ചെയ്യുകയാണ്. രണ്ട്, അവൻ വിശ്വാസത്തോടുകൂടെ പോകുക. ആകെ കൂടെ തനിക്കൊരു കല്ലറയുണ്ട്, അതങ്ങ് കൊടുക്കാം. തൻ്റെ വീട് അവിടെയല്ല, നാടവിടെയല്ല, 20 മൈൽ പടിഞ്ഞാറ് അരിമത്തിയില്ല. താൻ അവിടുന്ന് ഇവിടെ വന്നൊരു തോട്ടം വാങ്ങിച്ചു. തോട്ടത്തിനകത്തൊരു പാറയുണ്ടായിരുന്നു. ആ പാറയിൽ ഒരു കല്ലറ തുരന്നുണ്ടാക്കിയിട്ടു. നമുക്ക് ചോദിക്കാം, എന്തിനാ സാറേ ഈ പാറയിൽ കല്ലറ തുരന്നുണ്ടാക്കിയിട്ടത്? താൻ ഇസ്രായേലിലെ ഒരു ആചാര്യനായിരുന്നു എന്ന് ഓർക്കണം. യഹൂദൻ്റെ ചരിത്രങ്ങളൊക്കെ തനിക്ക് നന്നായിട്ടറിയാം. ആസ, മനശ്ശെ എന്ന് പറയുന്ന 2 രാജാക്കന്മാരെ മാത്രമേ പാറയിൽ വെട്ടിയ കല്ലറയിൽ അടക്കി എന്ന് വായിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരെയും പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കി എന്നാണ്. അപ്പൊ തനിക്ക് ഒരു താല്പര്യം, ആസയെ പോലെ മനശ്ശയെ പോലെ പാറയിൽ വെട്ടിയ ഒരു കല്ലറയിൽ ഒരു നല്ല ശവടക്കി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് ജീവിതകാലത്ത് താൻ തനിക്ക് വേണ്ടി ആ കല്ലറ വെട്ടി ഉണ്ടാക്കിയിട്ടത്. ആ കല്ലറ യേശുവിന് വേണ്ടി കൊടുക്കാൻ താൻ തയ്യാറായി. പക്ഷേ വേറെ ഒരു സംവിധാനം വേണം. ക്രൂശിൽ നിന്ന് പിടിച്ചിറക്കാൻ ഒരു കൂട്ടുവേലക്കാരൻ വേണം, പൊതിഞ്ഞു കെട്ടാൻ ഒരു നിർമ്മല ശീല വേണം, ഇട്ടടക്കാൻ കുറച്ച് സുഗന്ധക്കൂട്ട് വേണം. ഒന്നും കണ്ടിട്ടെല്ലാം ജീവിതാരംഭം. വിശ്വാസ കൽച്ചുവടിലത്രേ ആകെ കൂടെ ഒരു കല്ലറയുള്ളൂ. അത് കൊടുത്തേക്കാം. ഹലോ, മനസ്സോടെ കൊടുക്കാൻ അവൻ തയ്യാറായി. ആ കല്ലറയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അനുവാദം വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് വരുമ്പോ അവന്റെ മനസ്സിനിണങ്ങുന്ന ഒരു കൂട്ടുവേലക്കാരൻ, പിന്നെ ബാക്കിയുള്ളതെല്ലാം കരുതിക്കൊണ്ട് 100 റാത്തൽ 100 മകിലും നിർമ്മല ശീലയുമായി നിക്കോദിമോസ് എന്ന മറ്റൊരു കൂട്ടുവേലക്കാരൻ വഴിയിൽ അവന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവുള്ളിൽ ഹേമം തരുമ്പോൾ വിശ്വാസത്തോടെ ചുവട് വെച്ചോ. അധികമൊന്നും നീ ആകുലപ്പെടേണ്ടതില്ല. വിശ്വാസത്തിന്റെ ചുവട് വെക്കുന്ന ആരെയും അവിടുന്ന് ലജ്ജിപ്പിക്കില്ല. പിന്നിൽ ആവശ്യമുള്ളതെല്ലാം സ്വർഗം കരുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ ആ സ്വർഗീയ ശ്രീഭണ്ഡാരത്തെ വിശ്വാസ കണ്ണുകളാൽ കാണുവാൻ കഴിയുന്ന ഭക്തന്മാർക്കായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ ഒരു ചെറിയ ഉദാഹരണം പറയാം. ആശാരിപ്പണി ചെയ്ത് കാഷ്ടിച്ചാഷ്ടിക്ക് വക കണ്ടെത്തുന്ന യോസഫാണ് യേശുവിൻ്റെ വളർത്തച്ഛൻ. ഹലോ, മറിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന ആ ചെറുപ്പക്കാരൻ. അവനോടൊരിക്കൽ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആകയാൽ നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈം ദേശത്തേക്ക് ഓടിപ്പോക. ഞാൻ നിന്നോട് പറയുന്ന നാൾ വരെ നീ ഈജിപ്തിൽ പാർക്ക. ഹലോ, ഈ ആശാ
നാൽക്കാലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഈ മനുഷ്യനോട് അർദ്ധരാത്രിയിൽ ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഓടിപ്പോകാൻ പറഞ്ഞാൽ ഒരു അന്യനാട്ടിൽ ചെന്ന് ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഒരു ജോലിയും കൂലിയും വേലയൊക്കെ കിട്ടി 10 പൈസ കൈ വരുന്നവരെ വട്ടച്ചെലവിന് കാശ് കൊടുക്കാതെ വഴിച്ചെലവിന് കാശ് കൊടുക്കാതെയാണോ ഓടിപ്പോകാൻ ദൈവം പറഞ്ഞത്? അല്ലല്ല. ഓടിപ്പോകാൻ പറയുന്നതിന് മുമ്പ് വിദൂരങ്ങളിൽ കിടന്ന വിദ്വാൻമാരെ അരികെ കൊണ്ടുവന്ന് വിലയേറി പൊന്നെടുത്ത് കൈ കൊടുത്തിട്ടാണ് ഓടിപ്പോകാൻ ദൈവം പറഞ്ഞത്. യേശുവിന്റെ ശരീരത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി വിശ്വാസത്തോടെ ചുവടുകൾ വെക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവം നിങ്ങളുടെ മുഖങ്ങളെ ആദരിക്കും. തക്ക സമയത്ത് നിങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തികളെ കാണും. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നിങ്ങൾ കൊയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. 3 സന്മനസ്സോടുകൂടെ പോയി. ഒന്ന് ധൈര്യത്തോടുകൂടെ പോയി, മറ്റൊന്ന് വിശ്വാസത്തോടെ പോയി, മറ്റൊന്ന് സന്മനസ്സോടെ പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കല്ലറയുണ്ട്, ആ കല്ലറ കൊടുത്തേക്കാം. പക്ഷേ താൻ തനിക്ക് വേണ്ടി വെട്ടിയ കല്ലറയാണ് യേശുവിന് വേണ്ടി കൊടുത്തത്. തൻ്റെ ശിഷ്യന്മാരാരെങ്കിലും തന്നെ ഒന്ന് അനുമോദിക്കുമെന്ന് കരുതിയിട്ടല്ല. അവൻ കാരണം അവരാരും വരികയില്ലല്ലോ. കൂടെ നിൽക്കുന്നവർ, ചുറ്റുപാട് നിൽക്കുന്നവരെല്ലാം യേശുവിൻ്റെ ശത്രുക്കളാണ്. അപ്പോൾ ആരെങ്കിലും തന്നെ പ്രശംസിക്കുമെന്ന് കരുതി ആരുടെങ്കിലും ആദരവ് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടല്ല ഈ കല്ലറ അവൻ യേശുവിന് വേണ്ടി കൊടുത്തത്. പക്ഷേ മനസ്സോടെ കൊടുത്ത കല്ലറ പലസ്തീന്റെ മണ്ണിൽ ഇന്നും സ്മരണ പുതുക്കി ബാക്കി നിൽക്കുകയാ. ഹലോ, ക്രൂശിലെ യേശുവിന് പലരും പല കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇന്ന് ലോകത്തിലില്ല. അടിക്കാൻ ഉപയോഗിച്ച 3 ആണി ഉണ്ടായിരുന്നല്ലോ, അതിന്ന് ലോകത്തിലില്ല. തലയിൽ വെച്ചൊരു മുൾക്കിരീടമില്ലേ, അതിന്ന് കാണാനില്ല. വിലാപ്പുറം കുത്തിത്തുളച്ച ഒരു വലിയ കുന്തമില്ലേ, അതിന്ന് കാണാനില്ല. ഒരു പട്ടാളക്കാരൻ ഓടക്കോലെടുത്ത് അതിൽ സ്പോഞ്ച് വെച്ച് കെട്ടി വീഞ്ഞു പാത്രത്തിൽ നിറച്ച് യേശുവിന്റെ ചുണ്ടിന് നേരെ നീട്ടിക്കൊടുത്തില്ലേ, ആ സ്പോഞ്ചോ ഓടക്കോലോ ഇന്ന് കാണാനില്ല. അതെല്ലാം ഉപദ്രവിക്കാൻ കൊടുത്തത്. എന്നാൽ യോസേഫ് എന്ന മനുഷ്യൻ തന്റെ കല്ലറ യേശുവിന് വേണ്ടി മനസ്സോടെ കൊടുത്തു. പലസ്തീന്റെ മണ്ണിൽ ഇന്നും അത് അവശേഷിക്കുകയാണ്. ഉയർപ്പിന്റെ ദിവസം രാവിലെ കല്ലറയിലേക്ക് ചെന്ന സ്ത്രീകളോട് ദൂതൻ പറഞ്ഞ വാചകത്തിന് ഇന്നും കാലിക പ്രസക്തി ഉണ്ട്. ഒന്ന് കൺമീൻ, അവനെ വെച്ച സ്ഥലം ഇതാ, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പലസ്തീൻ ഇന്നും ക്രൈസ്തവന്റെ പക്കൽ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 20 നൂറ്റാണ്ടായി അത് കൈയാളുന്നത്, അതിന്റെ അധികാരം കൊണ്ടാടുന്നത് ക്രൈസ്തവരല്ല. പക്ഷേ ചരിത്രത്തിൽ ആർക്കും അത് തേച്ചുമാച്ചു കളയാൻ കഴിഞ്ഞില്ല. അന്ന് മാലാഖ പറഞ്ഞ വാചകം ഒന്ന് കാണ്. ആളുകൾ ചെന്ന് കാണുക, തുറക്കപ്പെട്ട കല്ലറ. ഹല്ലേലൂയ. ഈ മനുഷ്യനെ സ്വാധീനിച്ചത് യേശുവിൻ്റെ പ്രഭാഷണങ്ങളായിരുന്നു. വിവരിപ്പാൻ സമയം പോരല്ലോ. തനിക്ക് തുണയായി വന്ന മറ്റൊരു വ്യക്തി നിക്കോദിമോസ് എന്ന യഹൂദൻ്റെ ഒരു മത നേതാവാണ്. യഹൂദനൊരു മതകോടതിയുണ്ട്. സ്വതന്ത്രം സദൂക്യലിന് 29, പരീശന്മാർ 29, ന്യായശാസ്ത്രിമാരും മറ്റ് നേതാക്കളും 29, അങ്ങനെ 69. ഒരു മഹാപുരോഹിതൻ ചെയർമാനായി അങ്ങനെ 70 പേരടങ്ങുന്ന ഒരു മതസമിതിയാണ് ന്യായാധിപ സംഘം എന്നറിയപ്പെടുന്നത്. പ്രൈസലോ. ഈ ന്യായാധിപ സംഘമാകുന്ന യഹൂദന്റെ മതകോടതി വാക്കുകൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും യേശുവിനെ ഏതെങ്കിലും രീതിയിൽ കൊടുക്കാനും ഒടുക്കാനും എപ്പോഴും പദ്ധതികൾ ഇങ്ങനെ വിഭാവനം ചെയ്തുകൊണ്ടിരുന്ന ഒരു ശത്രുപാളയമായിരുന്നു. ആ ശത്രുപാളയത്തിൽപ്പെട്ട 2 വ്യക്തികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ അരിമത്യക്കാരൻ യോസേഫും നിക്കോദിമോസും. നിക്കോദിമോസിന്റെ മനംമാറ്റത്തിന്റെ കാരണം വേദപുസ്തകത്തിൽ ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ആദ്യമായി ചെയ്ത അത്ഭുതത്തെ നമ്മൾ കാണുന്നു. എന്താ? കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് യേശു വെള്ളം വീഞ്ഞാക്കി. അതാണ് യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം. ഒന്ന് ശ്രദ്ധിക്കണേ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് യേശു വെള്ളം വീഞ്ഞാക്കി. നിക്കോദിമോസ് എന്ന ആ മന്ത്രിസഭയിലെ അംഗം യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുക, കർത്താവേ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ നിങ്ങളൊക്കെ അറിഞ്ഞത്? അതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് യേശു വെള്ളം വീഞ്ഞാക്കിയതാണ്. പടിമത്തിലെ മധ്യസ്ഥനായിരുന്ന മോശെ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ആവർത്തനം 18:15, നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. അവൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനെയും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. എന്നെ
പോലെ ഒരു പ്രവാചകൻ. മോശയുടെ ആദ്യത്തെ അത്ഭുതം എന്ത്? പുറപ്പാട് 7:19 നമ്മ ഇങ്ങനെ വായിക്കുന്നു, അന്ന് ഈജിപ്തിലെ മിസ്രൈമിലെ കൽപാത്രങ്ങളിലും ആറുകളിലും തോടുകളിലുമുള്ള വെള്ളമെല്ലാം രക്തമായി മാറി. ഹലോ, മോശയുടെ ആദ്യത്തെ അത്ഭുതം കൽപാത്രത്തിലെ വെള്ളം അവൻ രക്തമാക്കി മാറ്റി. എന്നെ പോലെയുള്ള പ്രവാചകനായ യേശുവിൻ്റെയും ആദ്യത്തെ അത്ഭുതം അവൻ കൽപാത്രത്തിലെ വെള്ളം വീഞ്ഞാക്കി മാറ്റി. അതുകൊണ്ട് ആ മതനേതാവ് പറഞ്ഞത്, ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, മോശ പറഞ്ഞ പ്രവാചകൻ വന്നിരിക്കുന്നു. നിക്കോദിമോസ് യേശുവിനുമായി ചെല്ലുകയാണ്. രാത്രിയിലാണ് ചെന്നത്. പട്ടാപ്പകൽ ചെന്നാൽ ആളുകൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പേടിച്ച് രാത്രിയിൽ ചെന്ന് യേശുവിനോട് സംഭാഷിക്കുകയാണ്. സംഭാഷിക്കുന്ന കൂട്ടത്തിലാണ് ഈ പറഞ്ഞത്, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ അറിഞ്ഞു? മോശയുടെ ആദ്യത്തെ അത്ഭുതം കൽപാത്രത്തിലെ വെള്ളം രക്തമാക്കി മാറ്റി. മോശ പറഞ്ഞ ആ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം കൽപാത്രത്തിലെ വെള്ളം അവൻ വീഞ്ഞാക്കി മാറ്റി. യേശുവിനോട് പറഞ്ഞു, കാര്യമൊക്കെ കൊള്ളാം, പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല, നിനക്കും കഴിയത്തില്ല. ഹലോ, ലോകത്തിലെ തീവ്രതയുള്ള മതവിഭാഗം യഹൂദൻ, അതിനകത്ത് ഒരു വലിയ ഉണർവുകാരാണ് പരീശന്മാർ. ഹസദി എന്ന വാക്കിൽ നിന്ന് ആമേൻ ഉരുത്തിരിഞ്ഞ ഒരു ഉണർവുകാര്. അതിനകത്തെ ഒരു നേതാവ് നോക്കിയേ, ഏറ്റവും തീവ്രതയുള്ള മതം, അതിലേറ്റവും വലിയ ഉണർവുകാര്, അതിലൊരു നേതാവ്. ഹലോ, ആ ജനിച്ചു വീണ ആ മതത്തിൻ്റെ ചട്ടച്ചിട്ടകൾ കൃത്യമായി പാലിച്ചു പോരുന്നത് കൊണ്ട് മാത്രം അവന് സ്വർഗം കിട്ടൂല, ഒരുത്തനും കിട്ടൂല. ഹലോ, നാം ഒക്കെ ജനിച്ചു വീണ മതത്തിന്റെ പശ്ചാത്തലങ്ങൾ കൃത്യമായി പാലിക്കുന്നത് കൊണ്ട് മനുഷ്യന് സ്വർഗം കിട്ടില്ല. എങ്ങനെ കിട്ടും? യേശു പറഞ്ഞ ആ പരിഹാര മാർഗമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല. പുതുതായി ജനിക്കുക ഒത്തിരി വിവരണം ആവശ്യമുണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ. ഞാൻ ഒരു ചെറിയ ദൃഷ്ടാന്തം മാത്രം ഇപ്പോൾ പറയാം. നമ്മളെയൊക്കെ വേദപുസ്തകത്തിൽ വിളിച്ചിരിക്കുന്ന ചില വിളിപ്പേരുണ്ട്. കേട്ടാൽ അത്ര സുഖം തോന്നാത്ത പേരുകൾ, പലതും പേടിപ്പെടുത്തുന്ന വിളിപ്പേരുകൾ. പക്ഷെ നമ്മുടെ സ്വഭാവം അതായിരുന്നത് കൊണ്ട് അങ്ങനത്തെ വിളിപ്പേരിലാണ് നമുക്ക് അറിഞ്ഞു പോന്നിരുന്നത്. എഫേസ്യ ലേഖനം 2:2 അനുസരണക്കേടിൻ്റെ മക്കൾ, 2:3 കോപത്തിൻ്റെ മക്കൾ, ലൂക്കോസ് 16:8 ഈ ലോകത്തിൻ്റെ മക്കൾ, 1 യോഹന്നാൻ 3:8 പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ. ഹലോ, അനുസരണക്കേടിൻ്റെ മക്കൾ, കോപത്തിൻ്റെ മക്കൾ, ഈ ലോകത്തിൻ്റെ മക്കൾ, പിശാചിൻ്റെ മക്കൾ. ഇതായിരുന്നു നമ്മുടെ വിളിപ്പേര്, ഇതായിരുന്നു നമ്മുടെ സ്ഥിതിഗതികൾ, ഇതായിരുന്നു നമ്മുടെ അവസ്ഥകൾ. എന്നാൽ ഈ വിളിപ്പേര് മാറ്റി നമുക്കൊരു പുത്തൻ പേര് തരാനാണ് യേശു വന്നത്. യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു. എന്നിട്ട് ദൈവം വിളിച്ചു പറഞ്ഞു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നേവർക്കും ദൈവമക്കൾ ആകുവാൻ പിതാവ് അധികാരം നൽകിയിരിക്കുന്നു. കാൺമീൻ, നാം ദൈവമക്കൾ. യേശുവിനെ സ്വീകരിക്കുന്നവന് കിട്ടുന്ന പുത്തൻ പേരാണ് ദൈവമക്കൾ. ദൈവമക്കൾ, ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. യേശുവിനോട് പറയുകയാണ്, പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ, ആ ദൈവമകനായിത്തീരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല. ഹലോ, ഞാൻ ഉദാഹരണം 1-2 കൂടെ പറയാം. ഹലോ, ആദത്തിന് ആദ്യം 2 മക്കൾ, കായീനും ഹാബേലും. കായീൻ കൃഷിക്കാരൻ ആയിത്തീർന്നു, ഹാബേൽ ആട്ടിടയൻ ആയിത്തീർന്നു. കായീൻ ജനിച്ചതേ ഒരു കൃഷിക്കാരനായിട്ടല്ല, ഹാബേൽ ജനിച്ചതേ ഒരു ആട്ടിടയനായിട്ടല്ല. ജീവിതത്തിൽ അവരെടുത്ത തീരുമാനവും തിരഞ്ഞെടുപ്പും അങ്ങനത്തെ ഒരു തലത്തിൽ അവരെ കൊണ്ടെത്തിക്കുകയാണ് ഉണ്ടായത്. ലോത്തിനോടും ഭാര്യയോടും തിരിഞ്ഞു നോക്കാതെ പർവ്വതത്തിലേക്ക് ഓടാൻ ദൈവം പറഞ്ഞു. ഓട്ടത്തിനിടയിൽ ദ്രവ്യാഗ്രഹിയായിരുന്ന ലോത്തിന്റെ ഭാര്യയെ തിരിഞ്ഞു നോക്കി, അവൾ ഉപ്പുതൂണ് ആയിത്തീർന്നു. ആ സ്ത്രീ ജനിച്ചതോ ജീവിച്ചതോ ഒരു ഉപ്പുതൂണായിട്ടല്ല. എപ്പോഴാണോ അവൾ തിരിഞ്ഞു നോക്കിയത്, അപ്പോൾ അവൾ ഉപ്പുതൂണായി തീരുകയാണ് ഉണ്ടായത്. മനസ്സിലായോ? കായീൻ കൃഷിക്കാരനായി തീർന്നു, അവന്റെ തിരഞ്ഞെടുപ്പ്. ഹാബേൽ ആട്ടിടയനായി തീർന്നു, അവന്റെ തിരഞ്ഞെടുപ്പ്. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണ് ആയി തീർന്നു. ഇതുപോലെ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കളായി തീരും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർ പീറ്റർ ഷമേലും ഞാനും ഒന്നിച്ച് 1983 ആ കാലഘട്ടങ്ങളിൽ ബഥേലിൽ പഠിച്ചവരാ. 18ാമത്തെ വയസ്സിൽ ഒന്നും അറിയാതെ അധികം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ രക്ഷിക്കപ്പെട്ട് ഞാൻ ബൈബിൾ സ്കൂളിൽ ചെന്നു. സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്, സുവിശേഷത്തിൻ്റെ ഒരുപാട് സത്യങ്ങൾ കൃപയാൽ അക്കാലത്ത് പഠിക്കാൻ മനസ്സിലാക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാനൊരു കത്തോലിക്കനായിരുന്നു കേട്ടോ. പക്ഷേ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഒരു ദൈവമകനായിത്തീരാൻ ദൈവം എനിക്ക് അവസരം നൽകി. നിങ്ങളുടെയും ജീവിതത്തിൽ ആയിത്തീരൽ എന്ന അനുഭവം ദൈവം ദാനമായി ഈ ദിവസങ്ങളിൽ നൽകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. നിക്കോദിമോസിൻ്റെ മനം മാറ്റത്തിൻ്റെ കാരണങ്ങളൊന്ന് പുതുതായി ജനിക്കണമെന്ന പുത്തൻ ഉപദേശം യേശുവിനോട് പറഞ്ഞതാണ്. അദ്ദേഹത്തെ സ്വാധീനിച്ച വേറൊരു കാര്യം ചില പോലീസുകാർ പറഞ്ഞ സാക്ഷ്യമാണ്. യേശുവിൻ്റെ ഖ്യാതി ഇങ്ങനെ വർദ്ധിച്ചു വരിക. യേശു കനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് അത്ഭുതം ചെയ്ത് അവസാനിച്ചില്ല. ഇത് കൂടാതെ യേശു അനേക അത്ഭുതങ്ങൾ ചെയ്തു. യേശു ദൈവപുത്രനെ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകേണ്ടതിനുമാണ്, ദൈവമക്കളായിത്തീരേണ്ടതിനുമാണ് ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ഇങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്നു. മരിച്ചിട്ട് 4 ദിവസമായി ദ്രവത്വം വെച്ച നാറ്റം വെച്ച ലാസറിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് യേശു ജീവനിലേക്ക് കൊണ്ടുവരുന്നു. അടക്കാൻ കൊണ്ടുപോയ നയനിലെ വിധവയുടെ മകനെ യേശു ഉയർപ്പിക്കുന്നു. 38 വർഷം ബെഥസ്ദ കുളക്കരയിൽ കിടന്നവനെ യേശു തൊട്ട് സുഖപ്പെടുത്തുന്നു. 12 വർഷമായി രക്തസ്രവം ഉണ്ടായിരുന്ന സ്ത്രീയെ യേശു വിടുവിക്കുന്നു. 18 വർഷമായി കൂനിയായിരുന്ന സ്ത്രീയെ യേശു വിടുവിക്കുന്നു. വർഷങ്ങളുടെ പാരമ്പര്യമല്ല, 12, 18, 38 ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ വിടുവിക്കാൻ കഴിയാത്ത ഒരു രോഗവും യേശുവിനില്ല. വിടുവിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയും ലോകത്തിലില്ല. ഇദ്ദേഹത്തിൻ്റെ മനം മാറ്റത്തിൻ്റെ കാരണം ഒരു പോലീസുകാരുടെ സാക്ഷ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. യേശുവിൻ്റെ ഖ്യാതി പ്രസിദ്ധി ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന കാലത്ത് അവരുടെ മതകോടതി തീരുമാനിച്ചു, ഇങ്ങനെ വിട്ടാൽ പറ്റൂല, അവനെ വിളിച്ചു വാണിംഗ് കൊടുക്കണം, ഇനി പ്രസംഗിക്കരുത്, പ്രവർത്തിക്കരുത് എന്ന് യേശുവിനോട് അമർച്ചയായി കൽപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി യേശുവിനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചില പോലീസുകാരെ വിളിച്ചു. അതിന് ബൈബിളിൽ ഉപയോഗിച്ചേക്കുന്ന പദം പള്ളി പോലീസ് എന്ന പദമാണ്, ചേവകർ എന്ന. ചേവകർ ചെല്ലുമ്പോൾ യേശു കഫർന്നഹൂമിൽ ഒരു വീട്ടിലിരുന്ന് പ്രസംഗിക്കുക. അവർ പറഞ്ഞടാ പ്രസംഗം കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് അവർ ചെങ്ങലയുമായി അവിടെ കാത്തിരുന്നു. യേശുവിൻ്റെ പ്രസംഗം കേട്ടു. പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ആ ചേവകർക്ക് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല. അവർ ആ ചേങ്ങലയുമായി തിരിച്ച് അവരെ അയച്ചവരുടെ അടുക്കിലേക്ക് ചെന്നു. ഉടനെ അവർ ചോദിച്ചു, എന്നാ പറ്റി, എന്തുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നില്ല? അല്ല, ഒന്ന് വായിച്ചാട്ടെ, യോഹന്നാൻ 7:46-51 വാക്യം. ആ പോലീസുകാർ പറഞ്ഞ സാക്ഷ്യം ഒന്ന് വായിച്ചാട്ടെ. ഹലോ, മനസ്സിലായോ? പടയാളികൾ പറയുകയാണ്, യേശുവിൻ്റെ പ്രസംഗം കേട്ടിട്ട് വന്നിട്ട് പറയാ, പൊന്നു സാറേ അറസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല, നിങ്ങൾ അതിനാ ഞങ്ങളെ അയച്ചെന്നുള്ള ശരിയാ, പക്ഷേ അവനെ അറസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല. നോ മാൻ എവർ സ്പോക്ക് ലൈക്ക് ദിസ് മാൻ ഹാസ് സ്പോക്കൺ. ഈ മനുഷ്യൻ യേശു അവൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. സത്യമല്ലേ സഹോദരങ്ങളെ? യേശു എന്ന വ്യക്തി സംസാരിക്കുന്നത് പോലെ ലോകത്തിൽ നാളിതുവരെ ആരും സംസാരിച്ചിട്ടില്ല. ആമേൻ. യേശുവിനെ അറസ്റ്റ് ചെയ്യാതെ തിരിച്ചു വന്നപ്പോൾ അവർക്ക് അമർഷതയുണ്ടായി. മത നേതാക്കൾ ഇവരോട് ഒരു മുശീരി പ്രസംഗം തുടങ്ങി. ശ്രദ്ധിച്ചു നോക്ക്, പഠിച്ചു നോക്ക്, ഞങ്ങൾ 70 പേരുണ്ട്, ഞങ്ങൾ ആരും നസ്രായൻ്റെ പക്ഷം ചേർന്നിട്ടില്ല, നിങ്ങൾക്ക് തിരുവെഴുത്തറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ ശരിക്കും മനസ്സിലാക്കിയ ഹലോ ആ നിക്കോദിമോസ് അവിടെ ഇരിപ്പുണ്ട്. 51-ാമത്തെ വാക്യം. നിക്കോദിമോസ് എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, നമ്മുടെ ന്യായപ്രമാണം പറയുന്നത് ഒരുവനെ കുറിച്ചൊരു കാര്യം കേട്ട ശരിയാണോ എന്നറിഞ്ഞിട്ട് നടപടിയെടുക്കാവൂ. ഹലോ, ഇടിവെട്ടി ഉണ്ടതല്ലേ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞില്ലേ? പോലീസുകാർ പറഞ്ഞ പാകപ്പാടെ അങ്കലാപ്പിപ്പെട്ടിരിക്കുമ്പോഴാ അവരുടെ ഇടയിൽപ്പെട്ട ഒരാൾ തന്നെ എഴുന്നേറ്റ് യേശുവിന് വേണ്ടി സംസാരിക്കുകയാണ്. അതിന് അദ്ദേഹത്തെ സ്വാധീനിച്ചത് ഈ ചേവകളുടെ സാക്ഷ്യമാണ്. 3-ാമത്തെ കാര്യം, യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ആദ്യത്തെ ദിവസം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇവൻ മടങ്ങിപ്പോകുമ്പോൾ ഇവന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം യേശു പറഞ്ഞു കൊടുത്തു വിട്ടു. യോഹന്നാൻ 3:14 വായിച്ചാട്ടെ. യോഹന്നാൻ 3:14. ഹലോ, ഇവന് മാത്രം മനസ്സിലാകാൻ വേണ്ടി യേശു വ്യക്തിപരമായി പറഞ്ഞു കൊടുത്തടയാളം, മോശെ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിലാണ് ആ സംഭവം സവിസ്തരമായി കൊടുത്തിട്ടുള്ളത്, വിവരിക്കുന്നില്ല. അപ്പം അന്ന് പാമ്പിൻ്റെ കടിയേറ്റ് മരണത്തോട് മല്ലടിച്ച് ആ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി താമ്രം കൊണ്ട് ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശു ക്രിസ്തുവിനെയും ഉയർത്തും. എന്നിട്ട് എന്തിന്?
അവനിൽ വിശ്വസിക്കുന്നവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. വേദപുസ്തകത്തിലെ സ്വർണവാക്യം യോഹന്നാൻ 3:16 അടുത്ത വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. നിക്കോദിമോസിനോട് യേശു കൊടുത്ത അടയാളം, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനത് കേട്ടു, മനസ്സിൽ കുറിച്ചു, മടങ്ങിപ്പോയി. 3 വർഷം കഴിഞ്ഞപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ അവനൊരു ദിവസം കോടതിയിലിരിക്കുമ്പോൾ വാർത്ത അറിയുന്നു, നാട്ടിൽ നന്മ ചെയ്ത നസറായന യേശു മരിച്ചിരിക്കുന്നു. അവനെ അടക്കാൻ ആളില്ല, സഹോദരന്മാർ സമീപയില്ല, ശിഷ്യന്മാർ അതിന് സന്നദ്ധരല്ല. ആ വേളയിൽ ഈ വാർത്ത അറിഞ്ഞ് അവൻ പേന കളഞ്ഞ്, ഡയറികൾ കളഞ്ഞ്, കുറിപ്പടികൾ വലിച്ചെറിഞ്ഞ് കോടതിയിൽ ചാടി എഴുന്നേറ്റ് ഗോൽഗോഥ മലയിലേക്ക് അവൻ ഓടിക്കിതച്ചു വന്നപ്പോഴേക്കും സമയം സന്ധ്യയായി. അത് കാണാനും കേൾക്കാനും വന്നവരൊക്കെ മടങ്ങിപ്പോയി. യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചിറക്കിയിട്ടുണ്ട്, മുഖത്തെ രോമമൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്, പുറമൊക്കെ ഉഴുവുചാല് പോലെ അടിച്ചു കീറിയിട്ടുണ്ട്. ആ രക്തപങ്കിലമായ മുഖത്തേക്ക് ചെഞ്ചായ സൂര്യൻ്റെ അസ്തമാന കിരണങ്ങൾ ആ സന്ധ്യാവേളയിൽ അടിച്ചപ്പോൾ താമ്രം തിളങ്ങുന്നത് പോലെ, പിച്ചള തിളങ്ങുന്നത് പോലെ തനിക്ക് തോന്നുകയാണ്. അവനത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 3 വർഷത്തിനു മുമ്പ് യേശുവിനോട് പറഞ്ഞ വാചകം, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടത് ആകുന്നു. സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുരിശിൽ ഉയർത്തിയതിൻ്റെ ഉദ്ദേശം നമുക്ക് നിത്യജീവൻ തരുവാൻ വേണ്ടിയായിരുന്നു. ഇംഗ്ലണ്ടിലെ സ്റ്റെയിൻബർഗ് എന്ന ചിത്രകാരൻ്റെ ചിത്രശാലയിൽ ക്രൂശിതനായ ഒരു ക്രിസ്തുവിൻ്റെ ഛായാചിത്രമുണ്ടായിരുന്നു. ഒരിക്കൽ അവിടെ വന്ന് 12 വയസ്സുള്ള ഒരു കുസൃതിക്കുട്ടനായ കുട്ടി ഒരു ചോദ്യം ചോദിച്ചു, സാർ, ഇഫ് ക്രൈസ്റ്റ് വാസ് ദ സൺ ഓഫ് ഗോഡ് ദെൻ വൈ ഹി ഡൈഡ് ഓൺ ദ ക്രോസ്? യേശു ദൈവപുത്രനാണെങ്കിൽ പിന്നെ എന്തിനാ അവൻ ക്രൂശിൽ മരിച്ചത്? ആ കുട്ടിയെ ഉൾക്കൊള്ളാൻ, ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, മോനെ പോ, വീട്ടിൽ പോ, നാളെ വാ, ഞാൻ പറഞ്ഞു തരാം. അന്ന് രാത്രി മനുഷ്യന് ഉറക്കം വന്നില്ല, കാരണം നാളെ കുശൃതിക്കുട്ടം വരും, അവൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. താൻ ആ വീട്ടിൽ നിറങ്ങി തെരുക്കളിലൂടെ ഓടി ഒരുപാട് വാതിലുകളിൽ ചെന്ന് മുട്ടിവിളിച്ചതേ ചോദ്യം ചോദിച്ചു, യേശു ദൈവപുത്രനല്ലേ, പിന്നെ എന്തിനാ ക്രൂശിൽ മരിച്ചത്? പലർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പലരും ഭ്രാന്തനായി കരുതി അദ്ദേഹത്തെ ഇറക്കി വിട്ടു. ഒടുവിൽ ഒരു പ്രൊട്ടസ്റ്റന്റ് ദൈവദാസന്റെ വീട്ടുവാതിക്കലും ചെന്ന് മുട്ടിവിളിച്ചു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, മുറിക്കകത്തേക്ക് പോയി തൻ്റെ പഴഞ്ചൻ ബൈബിൾ കൊണ്ടുവന്ന് ആ കുട്ടി സ്റ്റെയിൻബർഗിൻ്റെ മുമ്പാകെ വിടർത്തി വായിച്ച് കേൾപ്പിച്ചു. നാമൊക്കെ ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാമൊക്കെ താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി അവൻ നമുക്ക് വേണ്ടി ഒരു അകൃത്യയാഗമായി തീർന്നു, നമുക്ക് വേണ്ടി അവൻ പ്രാശ്ചിത്ത ബലിയായി മരിച്ചു. താൻ മടങ്ങി വന്നു, ആ ബ്രഷ് എടുത്ത് അതിൻ്റെ താഴെ ഇങ്ങനെ കുറിച്ചു വെച്ചു ക്രൂശിലെ യേശുവിൻ്റെ ചോദ്യം, മകനെ, ഇത് ഞാൻ നിനക്കായി സഹിച്ചു, നീ എനിക്കായി എന്തു ചെയ്തു? അടുത്ത ദിവസം ആ കുട്ടി വന്നു, അവൻ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ക്രൂശിലെ യേശുവിൻ്റെ ചോദ്യം, മകനെ, ഇത് ഞാൻ നിനക്കായി സഹിച്ചു, നീ എനിക്കായി എന്ത് ചെയ്തു? അവൻ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ബ്രഷ് എടുത്ത് പെയിൻറ്റിൽ മുക്കി അതിൻ്റെ താഴെ തൻ്റെ തീരുമാനം കുറിച്ചു വെച്ചു. ഓ ലോർഡ്, ബിക്കോസ് യു ഹാവ് ഡൈഡ് ഫോർ മീ, ഐ വിൽ ലീവ് ഫോർ ദീ. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ആ 12 വയസ്സുള്ള ആ കുട്ടിയാണ് പിൽക്കാലത്ത് മൊറേബിയൻ മിഷണറി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായി മാറിയ സിസൻഡോഫ്. ആ പ്രസ്ഥാനത്തിന് ഒരു ലോഗമുണ്ട്, ആമേൻ, ഒരു കാള, അതിനപ്പുറത്ത് ഒരു യാഗപീഠം, ഇപ്പുറത്ത് ഒരു നൂക്കം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനും തയ്യാറാണ്. ഒന്നുകിൽ ആമേൻ യാഗപീഠത്തിൽ എരിഞ്ഞൊരു പിടി ചാരമായി മാറാം, അല്ലെങ്കിൽ യജമാനു വേണ്ടി ആമേൻ നുകമെടുത്ത് പാടത്ത് പണിയെടുത്ത് എന്തിനും തയ്യാറാണ്. ഇന്ന് രാത്രി സഹോദരങ്ങളെ, നമുക്കും എന്തിനും തയ്യാറാകാം എന്ന് പറഞ്ഞാൽ നമുക്ക് നാളുകളിൽ ഇനി അധികം ദൂരെയില്ല കേട്ടോ. സുവിശേഷത്തിൻ്റെ വാതിലുകൾ അടയുകയാണ്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ മനുഷ്യൻ ദാഹിക്കുന്ന കൊതിക്കുന്ന കാലങ്ങൾ വിദൂരമല്ല സ്നേഹിതരെ. ഇപ്പോഴാകുന്നു രക്ഷയുടെ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. യേശുവിനെ ത്യജിച്ച് കളയാതെ ജീവനുള്ള പുത്രൻ ദൈവത്തിനെ തള്ളിക്കളയാതിരിക്കേണ്ടതിന് ദുഷ്ടതയും കഠിനതയുമുള്ള ഹൃദയം നമ്മൾ ആർക്കും ഉണ്ടാകാതെ യേശുവിനോട് ഹൃദ്യമായൊരു സ്നേഹമുള്ളവരായി തീരാൻ ഇന്ന് രാത്രി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം തങ്ങളുടെ ശിരസ്സുകൾ നമിച്ച് കണ്ണുകൾ അടച്ച് കർത്താവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? ആരും എഴുന്നേൽക്കരുത്. നമ്മൾ പ്രാർത്ഥിച്ച് യോഗം നിമിഷങ്ങൾക്കകം അവസാനിപ്പിക്കും. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കഴിഞ്ഞ ചില മിനിറ്റുകളായി നാം ദൈവത്തെ
ദൈവത്തിൻ്റെ വചനം കേൾക്കുകയായിരുന്നു. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. സഹോദര, നിനക്കും യേശുവിനെ കാണാൻ കഴിയുന്നുണ്ട്. ആർക്കും യേശു വിദൂരമല്ല. യേശുവിങ്കിലേക്ക് നോക്കി കർത്താവേ എന്നെ സ്വീകരിക്കണമേ, എന്നെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞാൽ അന്ന് ആ പാപിക്ക് പറുദീസ നൽകിയ ക്രിസ്തു നിനക്കും സ്വർഗം ദാനമായി നൽകും. കർത്താവേ എന്നെ സ്വീകരിക്കണമേ, എന്നെ കൈക്കൊള്ളണമേ, എനിക്കങ്ങേ ആവശ്യമുണ്ട്. യേശുവെ, അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു എന്ന് മനസ്സോടൊരു വാക്ക് പറയാൻ, അങ്ങനെ കർത്താവിനോട് ഒരു ഉടമ്പടി ചെയ്യാൻ സന്നദ്ധതയുള്ള സഹോദരങ്ങൾ ധൈര്യമായി നിങ്ങളുടെ വലങ്കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എനിക്ക് പാസ്റ്ററെ ആഗ്രഹമുണ്ട്. എൻ്റെ നാളിനി എത്രയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉള്ള കാലം ഇനി യേശുവിന് വേണ്ടി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആമേൻ. അങ്ങനെ തീരുമാനമെടുക്കുന്നവർ ധൈര്യമായി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് ദൈവം എനിക്ക് നൽകിയ അധികാരത്തിൽ, അഭിഷേകത്തിൽ, നിയോഗത്തിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സന്ദേശം ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. വിദൂരങ്ങളിൽ, വീടുകളിൽ പരമാവധി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി യേശുവിന് വേണ്ടി നിന്റെ ജീവിതം സ്വീകരിക്കുക, ജീവിതം സമർപ്പിക്കുക. യേശുവിനെ സ്വീകരിക്കാൻ ഇന്ന് രാത്രി നീ വൈകരുത്, അതിന് നീ വൈമനസ്യം കാണിക്കരുത്. നാളെ നിനക്ക് അവസരം കിട്ടില്ല. അതുകൊണ്ട് യേശുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ കൊടുക്കാൻ തയ്യാറായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ പിതാവേ, ഇന്ന് രാത്രി അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ മനസ്സോട് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്ന, അതിൻ്റെ സന്നദ്ധത പ്രകടമാക്കിക്കൊണ്ട് വലങ്കരങ്ങൾ വിശ്വാസത്താൽ ധൈര്യമായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വത്സല സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി, അതിനായി ആഗ്രഹിക്കുന്ന, അർപ്പണം ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗവരെ സ്വീകരിക്കണമേ, അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ, സ്വർഗത്തിന് അവരെ ഓഹരിക്കാരാക്കി തീർക്കണമേ, നിത്യതയിൽ അവരെ കാണുവാൻ ഭാഗ്യം നൽകണമേ, നരകശിക്ഷയിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് ഒക്കെ അവർ വിമുക്തരായി മാറട്ടെ. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ ധാരാളമായി പെയ്തിറങ്ങട്ടെ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന വചനം പോലെ രക്ഷ പ്രാപിപ്പാണ്ടിയോർക്കെല്ലാം കൃപ നൽകണം. എല്ലാ മഹത്വം കർത്താവിന് മനസ്സോടെ അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ ധന്യനാമത്തിൽ വിനയമായി കെഞ്ചി പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പരിശുദ്ധനായ നല്ല പിതാവേ. ദൈവദാസന്മാർ അറിയിപ്പുകൾ പറഞ്ഞ്